ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നവരാത്രി കാലം നമുക്ക് ഏറ്റവും അടുത്തെത്തി കഴിഞ്ഞു. മഹാലയത്തിന്റെ പിറ്റേ ദിവസം നമുക്ക് നവരാത്രി ആഘോഷങ്ങളുടെ ആരംഭമാണ്. അപ്പൊ നവരാത്രി ദേവിമാരെ കുറിച്ച് നമ്മൾ കേട്ടു, നവദുർഗയെ കുറിച്ച് കേട്ടു. ഒരുപാട് ദേവി മഹാത്മ്യം, അതിന്റെ പ്രാധാന്യം, ലളിതാ സഹസ്രനാമം നമ്മളെല്ലാം കേട്ടെങ്കിലും നമ്മൾ ഇതിന്റെ തത്വം നമ്മുടെ ഉള്ളില്, നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക്, നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് 36 തത്വങ്ങളെ കൊണ്ടാണ്, അല്ലെ? അപ്പൊ തത്വം നമുക്ക് ആ തത്വങ്ങളെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതായി തീരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നവരാത്രി ദേവി രഹസ്യ തത്വങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ ഒന്നറിയാം, ഒന്ന് ഓടിച്ചു നോക്കാം. കാരണം ഇത് നവരാത്രിയിൽ നമുക്ക് ഒരു സാധകനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരുപാട് ഉയർന്ന തലങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ തത്വങ്ങൾ എന്തൊക്കെയാണ്, രഹസ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഗോപ്യമായിട്ട് വെച്ചിരിക്കുന്ന എന്നൊരർത്ഥം ഉണ്ടെങ്കിൽ തന്നെയും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്നാണ് പ്രധാനമായിട്ട് ഇതിന്റെ ആ ഒരു അർത്ഥം. ഇപ്പൊ നവരാത്രി എന്നത് നമ്മൾ കണ്ടു, ഇല്ലേ? ഇപ്പൊ നവരാത്രിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. നവരാത്രി എന്നത് 9 ദിവസത്തെ തീവ്രമായ ആചരണങ്ങളിലൂടെയുള്ള മനുഷ്യന്റെ ആ ഒരു മനോനില, അതായത് മാനസിക തല വികസനമാണെന്ന് നമ്മൾ കണ്ടു. ഇപ്പൊ ശൈലപുത്രി എന്ന് പറയുന്ന ആദ്യത്തെ ദുർഗാ സങ്കല്പം കുണ്ടലിനി ഉത്ഥാപനമാണെന്നും ആ ഒരു ആ ഒരു അവേക്കനിങ് ഓഫ് സ്പിരിച്വൽ എനർജി. ബ്രഹ്മചാരിണി എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷൻ ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ ആണെന്നും, ചന്ദ്രകണ്ഠ എന്നത് ബാലൻസ് ഓഫ് ഹാർമണി ആണെന്നും, കൂഷ്മാണ്ഡ എന്നത് ബോധ വികസനമാണെന്നും, ആ ഒരു എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നസ് എന്നാണ്. നമ്മൾ കൂഷ്മാണ്ഡ എന്ന് പറഞ്ഞാൽ കോസ്മിക് എഗ് എന്നാണ് അർത്ഥം. സ്കന്ദമാതയിലൂടെ പ്രൊട്ടക്ഷൻ ആൻഡ് നേർച്ചറിങ് ആണ്, സംരക്ഷണം, അതായത് സംരക്ഷണവും പാലനവും. കാത്യായനി എന്ന സങ്കല്പത്തിലൂടെ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഇന്നർ സ്ട്രെങ്ത്. അങ്ങനെ മാറ്റത്തിലൂടെ നമ്മുടെ മനോബലം വർദ്ധിപ്പിക്കുക, അല്ലെ? ഇപ്പൊ കാളരാത്രിയിലൂടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ആ ഒരു ഭയത്തെ ഇല്ലാതാക്കുക. കൺഫ്രണ്ടിങ് ആൻഡ് ഓവർകമ്മിങ് ഫിയർ എന്നാണ്. ഭയങ്ങളെ നേരിട്ട് അവയെ അതിക്രമിക്കുക. മഹാഗൗരിയിലൂടെ ആണെങ്കിലോ ആ ഒരു പൂർണ്ണമായിരിക്കുന്ന ശുദ്ധീകരണ പ്രക്രിയ, പ്യൂരിഫിക്കേഷൻ ആൻഡ് എൻലൈറ്റൻമെന്റ്, ആത്മശുദ്ധിയിലൂടെയുള്ള ആ ഒരു ബുദ്ധിയുടെ വികാസം. അപ്പോ ആ വികാസം കൊണ്ട് നമ്മൾ എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മജ്ഞാനം, അല്ലെ? ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിനെ കുറിച്ച്, നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ഒരു വസ്തുവാണ്, അത് നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആത്മാവ്, അല്ലെ? എന്താണ് ആത്മബലം? നമ്മൾ ആത്മാവിനെ അറിയുമ്പോൾ കിട്ടുന്ന ബലമാണ് ആത്മബലം. എന്താണ് ആത്മസംതൃപ്തി? ആത്മാവിന് എന്താണോ തൃപ്തമായത് കൊടുക്കുന്നതിനെയാണ് ആത്മസംതൃപ്തി, അല്ല ശരീരത്തിന് ഇഷ്ടമുള്ള കൊടുക്കുന്നതല്ല. അപ്പൊ നമ്മൾ പറയില്ലേ, നമ്മൾ ആ സെൽഫ് കോൺഫിഡന്റ്, സെൽഫ് ആരാണ്? ആത്മാവാണ്. അപ്പോ ഈ ആത്മജ്ഞാനം ലഭിച്ചതിന് ശേഷം ആ ഒരു സിദ്ധിദാത്രിയിലൂടെ, അറ്റൈൻമെന്റ് ഓഫ് സ്പിരിച്വൽ പവേഴ്സ്, നമുക്ക് നമ്മുടെ ഒരുപാട് സിദ്ധികള്, ഈ പ്രപഞ്ചത്തെ അതിക്രമിക്കാനായിട്ടുള്ള സിദ്ധികള്, പ്രപഞ്ചത്തിൽ ജീവിക്കാനും അതിനെ അതിക്രമിക്കാനുള്ള സിദ്ധികൾ ആകുന്നു. അപ്പോ ആ ഒരു സിദ്ധികൾ കരഗതമാകുക എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരനെ അറിഞ്ഞ് ഈശ്വരനുമായിട്ട് ചേരുക, അല്ലെ? ജലം എല്ലാം തന്നെ എവിടെ കൂടെ ഒഴുകിയാലും, ചാലുകളിൽ കൂടെ ആണെങ്കിലും നദികളിൽ കൂടെ ആണെങ്കിലും ചെന്ന് ചേരേണ്ടത് എവിടെയാ? സമുദ്രത്തിൽ. അതിനെയാണ് യൂണിയൻ, യോഗം എന്ന് പറയുന്നത്. അതുമായിട്ട് ചേരുക. അപ്പൊ ദൈവിക ശക്തികളുടെ അനുഗ്രഹവും ജീവബ്രഹ്മ ഐക്യവുമാണ് ഒരു ദേവി ഉപാസകൻ എന്ന് പറയുന്നത്. അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലെങ്കിൽ ഈ 9 ദിവസത്തിലൂടെ നിഷ്ഠയായ ആചരണങ്ങളിലൂടെ നേടുന്നത്. ഇപ്പൊ ഭാരതം മുഴുവൻ ഉപാസന ചെയ്യുന്ന പ്രധാന ദേവതയാണ് പരാശക്തി എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ ശാക്തേയ ഉപാസന വളരെ പണ്ട് മുതലേ തന്നെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ പൂർണ്ണമായ ഒരു സംഖ്യയാണ് നമ്മൾ 9 എന്ന് പറയുന്നത്, അല്ലെ? 99. 9 + 9 18, 8 + 1 9. ഏറ്റവും വലിയ അക്കമാണിത്. അപ്പൊ നെഗറ്റീവ് ദേവത എന്ന് നമ്മൾ പ്രപഞ്ചത്തിൽ പറയുന്നത് എന്താ? ചിലർക്ക് അത് പോസിറ്റീവ് ദേവതയാണ്. നമ്മൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് രണ്ടുമുണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, അല്ലെ? ഒരു ഡോക്ടർ തനിക്ക് രോഗികൾ വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേസമയം നമ്മളൊരു സാധാരണക്കാരെന്താ പ്രാർത്ഥിക്കുന്നത്? തനിക്ക് രോഗം വരരുതേ. അപ്പൊ ഇത് രണ്ടും ഒരിടത്ത് സംഭവിക്കുന്നുണ്ട്. മനുഷ്യ ജീവൻ എടുക്കുന്ന കത്തി കൊണ്ട് ഡോക്ടർമാരെങ്ങനെയാ അത് മനുഷ്യ ജീവനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതേ കത്തി കൊണ്ട് നമുക്ക് വേണമെങ്കിൽ മരണത്തിന് കാരണമാകാം, അല്ലെ?
അപ്പൊ ഈ തത്വം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ആ ഒരു മനോനിലയ്ക്കനുസരിച്ചാണ് നല്ലത് മോശം എന്ന് വേർതിരിവുണ്ടാകുന്നത്. പരാശക്തിയായിരിക്കുന്ന ജഗദംബികയാണ് നമ്മൾ ഈ 9 ദിവസവും വ്യത്യസ്ത ഭാവത്തിൽ പൂജിക്കുന്നത്. ചണ്ടമുണ്ടന്മാരുടെ തല അറുത്ത ചാമുണ്ട, അല്ലെ? ദാരുകന്റെ തല വെട്ടി കയ്യില് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭദ്രകാളി. അപ്പൊ ഇങ്ങനെയൊക്കെ ദേവിയുടെ ഭയാനകമായിരിക്കുന്ന രൂപങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വളരെ മനോഹരിയായിരിക്കുന്ന ലളിതാ ത്രിപുരസുന്ദരി, ലക്ഷ്മി ദേവി, സരസ്വതി, ഇങ്ങനെ 2 രൂപങ്ങളെയും ദേവി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ എന്തിനാണ് ദേവി മനുഷ്യ ശിരസിനെ എടുത്ത് കൈകളില് മാല, മനുഷ്യ ശിരസ് കൈകളിൽ പിടിക്കുകയും കൈകളെ എടുത്ത് മാലയായിട്ട് കോർത്ത് അരയിൽ ധരിക്കുകയൊക്കെ ചെയ്യുന്നത്? അല്ലെ? നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ട്. അപ്പൊ ഈ ശരീരത്തില് ആ ഒരു അവയെ നിയന്ത്രിക്കുന്നത് എന്താണ്? നമ്മുടെ ശിരസ്സാണ്, അല്ലെ? ശിരസിൽ ഇരിക്കുന്ന ബുദ്ധി എന്ന് പറയുന്ന ആ തലമാണ്. നമ്മുടെ എല്ലാ നിയന്ത്രണങ്ങളും വരുന്നത് എവിടെ നിന്നാണ്? ശിരസിൽ നിന്നാണ്. അപ്പൊ ശരീരത്തിന്റെ ഉയർന്ന ഭാഗം അല്ലെങ്കിൽ കേന്ദ്ര സ്ഥാനം എന്ന് പറയുന്നത് തലയാണ്. ഇപ്പൊ കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്, ഈ 5 ഘടകങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ ബുദ്ധിയാണ്. അപ്പോ തല എന്ന നമ്മുടെ ശരീരത്തിന്റെ തലസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ശിരസ്സാണ്, തലയാണ്, അല്ലെ? അപ്പൊ ഇവിടെ നിന്നാണ് മനുഷ്യന്റെ കർമ്മങ്ങളെ, ആ കർമ്മങ്ങളായിരിക്കുന്ന നന്മയുടെയും തിന്മയുടെയും എല്ലാം ഉറവിടം. ഇവിടെയാണ് അഹങ്കാരം എന്ന ഏറ്റവും വലിയ വിപത്തിരിക്കുന്നത്. അപ്പൊ ഒരു സ്ഥലത്ത് തന്നെ നോക്കൂ, നല്ലതും മോശവും എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് കാണാം. രണ്ടും ഇരിക്കുന്നത് എവിടെയാ? ഒരേ സ്ഥലത്താ. അപ്പൊ ദേവിക്ക് ശരണാഗതി ചെയ്ത് ആ ശിരസ് ദേവിക്ക് കൊടുത്താല് അതിന്റെ ഉടമസ്ഥ ആരായി? ദേവിയായി, അല്ലെ? നമ്മുടെ ഉടമസ്ഥത അവകാശം പോയി, അല്ലെ? ദേവി വെട്ടിയെടുത്ത് കയ്യിൽ വെക്കുക, അല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ ദേവിക്ക് അടിയറവായിട്ട് കൊടുക്കുക. അപ്പൊ ഉടമസ്ഥൻ ആരായിട്ട് തീർന്നു? ദേവിയുടെ കയ്യിലിരിക്കുമ്പോ ദേവിയായിട്ട് തീർന്നു. അപ്പൊ ദക്ഷയാഗത്തിൽ ദക്ഷന്റെ ശിരസ് പോയപ്പോ അയാളുടെ എന്താ പറയാ, അയാള് താൻ ശിവനേക്കാൾ വലിയവനാണെന്നുള്ള ഒരു അഹങ്കാരം കൊണ്ടാണ് ദക്ഷന്റെ ശിരസ് പോകാൻ കാരണം, അല്ലെ? പിന്നെ എന്തായി? ആടിന്റെ തല വെച്ചിട്ട് മേ മേ തരൂ തരൂ എന്ന് കരയാൻ തുടങ്ങി. അപ്പൊ ദശമഹാവിദ്യകളായിരിക്കുന്ന ചിന്നമസ്ത, നമുക്കറിയാം ചിന്നമസ്ത മഹാവിദ്യയാണ്. തന്റെ അഹങ്കാരമാകുന്ന തല സ്വയം മുറിച്ചു കളഞ്ഞ ദേവിയാണ്. ദേവി കയ്യിൽ പിടിച്ചിരിക്കുകയാണ് സ്വന്തം തല. അപ്പൊ നമ്മളിലുള്ള ചണ്ടമുണ്ടന്മാരെന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സ്വത്തിലും പണത്തിലും ദേഹാഭിമാനത്തിലും എല്ലാം അഭിമാനിക്കുന്ന ഒരു മനസ്സുള്ളവരെയാണ് നമ്മൾ ചണ്ടമുണ്ടന്മാരെന്ന് പറയുന്നത്. ആ തലകളെയാണ് ദേവി തന്റെ ദാരുകം എന്ന് പറയുന്ന ആ ജ്ഞാന ഖഡ്ഗം കൊണ്ട് ഛേദിക്കുന്നത്. അപ്പൊ നമ്മുടെ ആത്മാവാകുന്ന ദേവി നമ്മളിൽ ആ ഒരു ഉണരണം, നമ്മുടെ ഉള്ളിൽ ചിതഗ്നി കുണ്ട സംഭൂത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ചിത്താകുന്ന അഗ്നി. ഈ ചിത്താകുന്ന അഗ്നി എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനാഗ്നി തന്നെയാണ്. ജ്ഞാനം ഉണ്ടാകുമ്പോ ആ ദേവി നമ്മുടെ ഉള്ളിൽ ഉണരുമ്പോ അപ്പൊ ദേവി എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ദാരുകനെ, ചണ്ടമുണ്ടനെ, അവരുടെ എല്ലാം ശിരസ് ഛേദിച്ച് നമ്മളെ രക്ഷിക്കും. അപ്പൊ ഒരു രാജ്യത്തിന്റെ മുഴുവൻ എന്താ പറയാ സത്തയും ആ ഒരു എന്താ പറയാ ഒരു ദേശീയ പതാകയിൽ നമ്മൾ ഒതുക്കുന്ന പോലെ ഒരു ജീവന്റെ ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളെല്ലാം തന്നെ നിയന്ത്രിതമാക്കി തീർക്കുന്ന പ്രക്രിയയാണ് ആ ദേവിയുടെ അസുരന്മാരുടെ ശിരച്ഛേദനം എന്ന് പറയുന്ന പ്രക്രിയ. ഇപ്പൊ കാളി എന്ന് പറയുന്ന മഹത്തത്വം എന്താണ്? ആ ഒരു കാലത്തെ അതിക്രമിച്ച് നിൽക്കുന്ന തത്വമാണ്, ഇല്ലേ? കാലം തുടങ്ങുന്നിടത്തുള്ള ഒരു പ്രചണ്ഡ ഭാവമാണത്. അതുകൊണ്ടാണ് ദേവിക്ക് കറുത്ത നിറം പറഞ്ഞിരിക്കുന്നത്. കറുത്ത നിറം എന്ന് പറയുന്നത് എന്താ? കാലം, അജ്ഞാനം, ഇതിനെല്ലാം കറുപ്പ് നിറം. നീല നിറത്തിലെ കാളിയെ പറയാറുണ്ട്, അത് ആ ഒരു ഇൻഫിനിറ്റിനെ കാണിക്കുന്നു. നമ്മളെ മേഘം, ആകാശത്തിന്റെ നിറം, അല്ലെ? ആദി അന്തങ്ങളില്ലാത്തത്. അപ്പൊ നമ്മൾ നീല നിറമായിട്ട് കാണുന്നുണ്ട്. ദേവിക്ക് ഏത് നിറം, ഈ പറഞ്ഞ ഡാർക്ക് കളേഴ്സ് എന്ന് പറയുന്ന എല്ലാം തന്നെ അത് ദേവിയായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ ബ്ലാക്ക് എനർജി ഇല്ലെങ്കിൽ ബ്ലാക്ക് എനർജി ഹോൾ എന്നൊക്കെ പറയുന്ന ആ ഒരു അവ്യക്തമായിരിക്കുന്ന സ്ഥലം, അവിടെ എന്താണ്? ഇരുട്ടിൽ നമുക്കൊന്നും കാണാൻ സാധ്യമല്ല, അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. ആ അവ്യക്തതയിലേക്കാണ് എല്ലാത്തിനും, ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന ബാക്കി എല്ലാം തന്നെ ആകർഷിക്കപ്പെട്ട് ലയിക്കുന്നത്. അപ്പൊ എന്റെ അഹങ്കാരമാകുന്ന കർത്തൃത്വ ഭോക്തൃത്വ ആ ഭാവത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് അറിവിന്റെ ആ ജ്ഞാനത്തിന്റെ പ്രകാശത്തിലേക്ക് ഒരു എന്താ പറയാ ദേവി ഉപാസകൻ ഉയരുന്ന 9 ദിവസങ്ങളാണ് നവരാത്രികൾ എന്ന് പറയുന്നത്. ജ്ഞാനത്തിന്റെ പ്രകാശം. അപ്പൊ തന്നെ നമ്മൾ നേരത്തെ എന്തിലായിരുന്നു? അജ്ഞാനമാകുന്ന അന്ധകാരത്തിലായിരുന്നു, അല്ലെ? ഈ 9 രാത്രികള്
ആ ആ ഒരു ജീവിത വിജയമാകുന്ന വിജയദശമിയില് പൂർണ്ണത നേടുകയാണ്. പൂർണ്ണം എന്ന് പറഞ്ഞാല് ഈശ്വരനായിട്ട് തീരുന്നു. ജീവഭാവത്തിൽ നിന്ന് ജീവബ്രഹ്മ ഐക്യം. അപ്പോ എന്റെ 5 ഇന്ദ്രിയങ്ങളും കൊണ്ടുവരുന്ന അറിവനുസരിച്ചാണ് എന്റെ കർമ്മേന്ദ്രിയങ്ങൾ ചെയ്യുന്ന ജോലി ചെയ്യുന്നത്, അല്ലെ? മനസ്സിനെ കൊണ്ടും എല്ലാം ഞാൻ കർമ്മം ചെയ്യുന്നു എന്നൊരു ഭാവം നമുക്കുണ്ട്. ഒരു മിഥ്യാബോധം നമ്മളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത് എന്ന് ശരിക്കും പറഞ്ഞാല് ഈ ഒരു പ്രക്രിയ വരാതിരിക്കാനാണ് നമ്മൾ എപ്പോഴും ഈശ്വരനാണ്, എല്ലാം ഈശ്വരന് സമർപ്പിക്കുമെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ ആത്മാവായ ഈശ്വരനാണ് ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അത് വളരെ ക്ലിയർ ആണ്. നമ്മളത് ചിന്തിക്കാത്തത് കൊണ്ടാണ്. അതിനാണ് നമ്മൾ നിധിധ്യാസനം. നമ്മൾ ചിന്തിക്കണം, ഈ ശരീരത്തിൽ ജീവൻ ആരാ? ജീവൻ പോയി കഴിഞ്ഞാൽ ശരീരം ജഡമാണ്. അപ്പൊ ആരുടെ ഓണർഷിപ്പാണ് ഈ ശരീരം? ഈ ജീവന്റെയാണ് ഈ ശരീരം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈശ്വരന്റെ വീടാണ് ഈ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ഈ കൂട്. അവിടെ ഇരുന്ന് ഈ പ്രപഞ്ചത്തെ ആസ്വദിച്ച് കണ്ട് കേട്ട് മണത്ത് ഒന്നിനോടും ഒരു പറ്റിച്ചേരാതെ ഈ ആത്മാവ് എന്ത് ചെയ്യുന്നു? ആ ഒരു മതിന്ന് തോന്നുമ്പോ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ്, ഒരു ടൂറിന് വന്ന പോലെ, അല്ലെ? ഒരു ആസ്വാദനത്തിന് വന്ന പോലെ ആത്മാവ് എവിടെ നിന്നോ വരുന്നു, അല്ലെ? ആകാശത്തിനപ്പുറത്ത് അവ്യക്തമാണ്. അവിടെ നിന്ന് വന്നൊരു ശരീരം സ്വീകരിച്ച് അതിനകത്തിരുന്ന് തന്റെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തെ ആസ്വദിച്ചിട്ട് മതിയാവുമ്പോ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഈ ഈശ്വര ശരീരത്തെയാണെന്ന് തിരിച്ചറിയുന്നതാണ് ആത്മവിദ്യ, അല്ലെങ്കിൽ ശ്രീവിദ്യ, നമ്മൾ മഹാവിദ്യ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനകത്തിരിക്കുന്ന ആ പരാശക്തിയെ ഉയർത്താനോ താഴ്ത്താനോ നമുക്ക് അവകാശമില്ല. അപ്പോ എന്ന് മാത്രമല്ല, ദേവിയോട് സദാ നമ്മൾ എന്ത് വേണം? ഭവാനി ത്വം ദാസേ മൈ വിതര ദൃഷ്ട്യ സ കരുണാമെന്ന് അപേക്ഷിക്കണം. അമ്മ കരുണയോടെ, അമ്മയുടെ കടക്കൺ നോട്ടം എന്നിൽ വീഴണേ. അത് മതി എനിക്ക്, അല്ലെ? ആ ദാസനെ പോലെ എന്നാ പറയുന്നത്. ആ ഒരു ടോട്ടൽ സറണ്ടർ ആണ് ദാസഭാവം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ദേവിയോട് ഇത് അപേക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ദേവിയുടെ ഒരു കടാക്ഷം ലഭിച്ചാൽ പോലും ആ ജീവൻ മുക്തനായിട്ട് തീരുന്നു. അപ്പൊ ഭഗവാൻ ഗീതയിൽ പറയണു, എന്റേതാണ് ഈ കാണപ്പെടുന്ന മായ. ആ മായ, മഹാമായ എന്റേതാണ്. അപ്പൊ എന്താ നിങ്ങൾ വേണ്ടത്? മമമായ ദുരത്യയ. നിങ്ങൾ ഈ മായയെ മാറ്റിക്കൊള്ളണം, എന്നിട്ട് എന്നെ അറിഞ്ഞോളണം. അപ്പൊ ദേവി ഒന്നായിരുന്ന തന്റെ ശിവനിൽ നിന്നാണ് ഈ കാണപ്പെടുന്ന നാനാരൂപ പ്രകൃതിയെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഇച്ഛ, ജ്ഞാന, ക്രിയാശക്തിയാണ് പരാശക്തി എന്ന് പറയുന്നത്. ഒരു ശിശു അമ്മയുടെ ഉദരത്തിൽ 9 മാസം കഴിഞ്ഞിട്ടാണ് പൂർണ്ണമായിട്ട് പുറത്തു വരുന്നത്, അല്ലെ? അപ്പൊ അതുപോലെ 9 രാത്രികളിലൂടെ ഈ പ്രകൃതിയെ അറിഞ്ഞ് അതിനെ അതിക്രമിച്ച് ഒരു ജീവൻ എവിടെ നിന്നാണോ പുറപ്പെട്ടത് അതില് തിരിച്ചെത്തിച്ചേരണം. എങ്ങനെ? മനസ്സുകൊണ്ട്, അല്ലെ? ഇതിനെയാണ് നമ്മൾ ശരീരത്തിലിരുന്ന് ഉണ്ടാകുന്ന മോക്ഷം എന്ന് പറയുന്നത്. കാരണം ഓരോ പ്രാവശ്യം വരുന്നതിനെ നമ്മൾ ജന്മം എന്ന് പറയുന്നു, തിരിച്ചു വരാതിരിക്കുന്നതിനെ നമ്മൾ മോക്ഷം എന്നും പറയുന്നു. അപ്പൊ മായ ഈശ്വരന്റെ തന്നെ ശക്തിയായതുകൊണ്ട് അത് ദൈവീക ശക്തിയാണ്. അതുകൊണ്ട് തന്നെ അറിവിന്റെ പ്രതീകമായിട്ട് നമ്മൾ അതിനെ കാണുന്നു. അപ്പൊ സരസ്വതി ദേവിയുടെ വാഹനം എന്താണ്? അരയന്നമാണ്, ഇല്ലേ? അരയന്നം മറ്റു പക്ഷികളെ പോലെയല്ല. എവിടെ നിന്ന് അതിനെ എവിടെ നിന്ന് നമ്മൾ മാനസരോവരത്തിലാണ് സാധാരണ അരയന്നങ്ങളെ കാണാറുള്ളത്. അതിനെ കൊണ്ടുവന്നാലോ അത് പെട്ടെന്ന് ഇണങ്ങില്ല, അല്ലെ? എന്നാൽ ഇണങ്ങിയാലോ ഒരിക്കലും വിട്ടുപോവുകയുമില്ല. അതുപോലെയാണ് നമുക്ക് ഈ വിദ്യ എന്ന് പറയുന്നത്. സാധാരണക്കാരൻ അത് വശപ്പെടില്ല. കാരണം എന്താ? ശുദ്ധമായ മനസ്സായിരിക്കണം, നമ്മുടെ സൂക്ഷ്മ ശരീരം ശുദ്ധമായിരിക്കണം. എന്നാൽ അത് വശപ്പെട്ടാലോ അനേക ജന്മങ്ങൾ എടുത്താലേ നമുക്ക് അതിനെ വശപ്പെടുത്താൻ പറ്റുള്ളൂ. പക്ഷെ അത് സ്വായത്തമായാല് ആ ജീവനെ വിട്ട് അത് ഒരിക്കലും പോവുകയില്ല. ഇതാണ് ഒരു വിദ്യയുടെ മെച്ചം എന്ന് പറയുന്നത്. അപ്പൊ വിദ്യയാകുന്ന അരയന്നം നമ്മളെ ഒരിക്കലും വിട്ടുപോകില്ല. അതുകൊണ്ടാണ് ഒരു സദ്ഗുണമെങ്കിലും നമ്മൾ പഠിച്ച് അത് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്താല് അത് ഒരിക്കലും നമ്മളെ വിട്ടുപോവില്ല എന്ന് പറയുന്നത്. നമ്മൾ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, നിരന്തരമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള നിഷ്ഠകൾ, ഇല്ലേ? അനുഷ്ഠാനങ്ങൾ. രാവിലെ എഴുന്നേൽക്കുക, കുളിച്ച് ഈശ്വരനെ തൊഴുക, ഭൂമിയെ വന്ദിക്കുക, അത് കഴിഞ്ഞിട്ട് നിശ്ചയമായ സമയത്ത് ജപങ്ങള്, ഇതല്ലേ, ധ്യാനങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെ വർഷങ്ങളോളം നിഷ്ഠയോടുകൂടി ചെയ്യുന്നവരുണ്ട്. അത് ഒരിക്കലും നമ്മളെ വിട്ടുപോയി. അതിനാണ് നമ്മളെ സദ്ഗുണങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മളെ ഒരിക്കലും വിട്ടുപോവില്ല. കാരണം ഈ അരയന്നത്തെ പോലെ, അതായത് ഈ അരയന്നത്തിന് വേറൊരു ഗുണം കൂടെ ഉണ്ട്. എന്താണ്? അതിന് വെള്ളത്തിൽ പോവാൻ പറ്റും, ഭൂമിയിൽ നടക്കാൻ പറ്റും, ആകാശത്ത് പറക്കാനും സാധിക്കും.
ഈ 3 കാര്യം ഇതിന് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ മനസ്സാകുന്ന ആ ഒരു മാനസ സരോവരത്തിലാണ് ഈ അരയന്ന പക്ഷികൾ ചലിക്കുന്നതെന്ന് മനസ്സിലാക്കണം. കാരണം വിദ്യയുടെ വാഹനമാണ് അരയന്നം. അപ്പൊ ജലം എന്ന് പറഞ്ഞാൽ എന്താ? ജലം എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ വസ്തുക്കൾ ഇട്ടാല്, അതായത് ആ ഒരു ഭാരം കുറയും. ജലം എന്ന് പറഞ്ഞാല് ആ ഒരു നിറമില്ലാത്തത്, അല്ലെ നമ്മൾ പറയല്ലേ ഒരു കളർലെസ്, ഓർഡർലെസ് എന്നൊക്കെ പറയും ജലത്തിന്. അപ്പൊ അതില് വേറൊരു ഗുണമുണ്ട്. ഏത് വസ്തുക്കൾ ഇട്ടാലും അതിന് ഭാരം കുറയും. നമ്മൾ തടികളൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുപോകണമെങ്കിൽ ജലത്തിൽ ഇട്ടിട്ട് കൊണ്ടുപോകാറുണ്ട് അല്ലേ? അതിനിങ്ങനെ അതിന്റെ ഒഴുക്കിനനുസരിച്ച് അത് മറ്റൊരു കടവിൽ എത്തിച്ചേരും. അപ്പൊ വെള്ളം എന്ന് പറഞ്ഞാല് ആധ്യാത്മിക തലത്തിൽ നോക്കുകയാണെങ്കിൽ കാരുണ്യം എന്ന് പറയുന്ന വികാരമാണ്. അത് അതിന്റെ ആ ഒരു അർത്ഥമാണ്. അപ്പൊ ഭൂമിയുടെ 72% ജലമാണ്. അരയന്നം ഭൂമിയിലൂടെയും സഞ്ചരിക്കും. ആ ഭൂമിയുടെ എന്താ പറയാ പ്രധാനപ്പെട്ട ഗുണം എന്താണ്? ക്ഷമ എന്ന് പറയുന്നതാണ് അല്ലേ? അറിവുള്ളവർക്കും ദേവിയെ ഉപാസിക്കുന്നവർക്കും കാരുണ്യം എന്ന ഗുണം പ്രധാനമായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ആകാശ തത്വം എന്ന് പറയുന്നത് എന്താണ്? ആകാശ തത്വം എന്ന് പറയുന്നത് വിനയമാണ് അല്ലെ? നമ്മൾ അതിനെ ഋതംബര ബുദ്ധി അല്ലെ, ആകാശ ജ്ഞാനം എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതുള്ളവർക്ക് എല്ലാം അറിയാനുള്ള കഴിവുണ്ടാകും എന്ന് പറയുന്നു. കാരണം ആകാശത്തിലാണ് എല്ലാം നിലനിൽക്കുന്നത് അല്ലെ? ഈ സ്കൈ എന്ന് പറഞ്ഞാൽ എന്താ? സ്കൈ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതല്ല, ഇത് സ്പേസ് അല്ലെങ്കിൽ ആകാശ തത്വം. അപ്പൊ എപ്പോ വിനയം ഉണ്ടാകുന്നു എല്ലാ അറിവുകളും അവനിൽ വന്നു ചേരും, ഉറപ്പാണ്. അതിനെ അതിനെയാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഞ്ചഗവ്യം ഉണ്ടാക്കുമ്പോൾ ആകാശ തത്വത്തെ പ്രതിനിധീകരിക്കുന്നത് പാലാണ് അല്ലെ? അപ്പൊ അരയന്നത്തിന്റെ വിവേചനം എന്താണ്? പാലും വെള്ളത്തിനെയും തിരിച്ചറിയാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ എന്താ? നിത്യമായിരിക്കുന്നതും അനിത്യമായിരിക്കുന്നതും. അതായത് അനിത്യമായിരിക്കുന്ന കാര്യങ്ങള് എന്താ പറയാ ഇല്ലാതായി പോകുന്നതാണ്, നിത്യമായിരിക്കുന്നതാണ് ആ ഒരു ശുദ്ധമായിരിക്കുന്ന ആത്മാവ്, ഈ വിവേക ബുദ്ധി. അപ്പൊ പാലും ജലവും തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ എന്താ? പാലിൽ നിന്ന് ജലത്തെ തിരിച്ചറിയുക. അതായത് നമ്മുടെ സൂക്ഷ്മ ബുദ്ധി വേണമെങ്കിൽ, ഇത് സൂക്ഷ്മ ബുദ്ധിയുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റൂ, ചിന്തിക്കണം ഇല്ലേ? അപ്പൊ ഈ ദേവി തത്വ രഹസ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിത തത്വവുമായിട്ട്, അതായത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണമെന്ന് നമുക്ക് കാണാം. കാരണം ദേവി എന്ന് പറയുന്നത് വേറെ എവിടെയോ ഇരിക്കുന്ന ഒരു ദേവതയല്ല. നമ്മുടെ കൂടെ, നമ്മുടെ ആത്മാവായിട്ട്, നമ്മുടെ ശരീരത്തില് നമുക്ക് ആ സുഖദുഃഖങ്ങളെ എല്ലാം കണ്ടുകൊണ്ട് അതിൽ നിന്ന് അതിക്രമിച്ച് നമുക്ക് പൂർണ്ണമായിരിക്കുന്ന മോക്ഷത്തെ തരുന്ന ശക്തിയാണ്. ഈ മൂകാംബിക ക്ഷേത്രത്തിന് പണ്ട് ബൈന്ദൂർ എന്ന ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടാണ് അങ്ങോട്ട് പോകുമായിരുന്നത് പണ്ടത്തെ കാലത്ത്. ഇന്ന് അത് മൂകാംബിക റോഡ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ ബൈന്ദൂർ എന്ന നാമം എങ്ങനെയാണ് വന്നത്? ബിന്ദുവിന്റെ ഊരെന്നാണ് ബൈന്ദൂർ. അപ്പൊ ബിന്ദു എന്നാൽ എന്താ? അതിസൂക്ഷ്മമായത് എന്നാണ് അർത്ഥം. അപ്പൊ ഇതിനെ നമ്മൾ ഗുഹ്യം, നമ്മള് എന്താ പറയാ, ഈ ശ്രീചക്രത്തിലെ ദേവതകളെ രഹസ്യയോഗിനി, അതിരഹസ്യയോഗിനി, പരാപര രഹസ്യയോഗിനി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ ബിന്ദുവിനെ നമ്മൾ എന്താ പറയുന്നത്? ഗുഹ്യം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് അതീവ രഹസ്യം എന്നാണ് അർത്ഥം. അതുപോലെ ദേവിയുടെ ചില ജ്ഞാനങ്ങള് അതീവ രഹസ്യമാണ്. നമ്മുടെ ആ ഒരു ആധാർ കാർഡ് അല്ലെങ്കിൽ ബാങ്കിലെ രേഖകള്, വീട്ടിന്റെ ആധാരം, ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കുമോ? ചിന്തിച്ചു നോക്കൂ. നമ്മൾ അതൊക്കെ സൂക്ഷിച്ച് ഒരു സേഫിൽ വെക്കും അല്ലെ? കാരണം ഇത് എന്റേതാണ്, എന്റെ ഐഡന്റിറ്റി ആണ് അല്ലെ? അത് വേറൊരാൾ ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ എടുത്തു കൊടുക്കില്ല. പ്രത്യേകിച്ച് വീട്ടിന്റെ ആധാരം, ബാങ്ക് സംബന്ധിച്ച രേഖകളൊക്കെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യും. അപ്പൊ അത്രയും വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് ഭദ്രമായിട്ട് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ നമ്മൾ കൈമാറ്റം ചെയ്യുള്ളൂ. അപ്പൊ ഈ പുരാണ തത്വങ്ങൾ എന്ന് പറയുന്ന ദേവിയുടെ എല്ലാം തന്നെ അത്രയും മനസ്സിലാക്കാൻ കഴിവുള്ള, അടുത്ത് നിൽക്കുന്ന, അമ്മയുമായിട്ട് അടുക്കാൻ അത്രയും എന്താ പറയാ, അമ്മയുടെ ഉപാസനയിലൂടെ അമ്മയെ അടുക്കുന്നവർക്ക് മാത്രമേ ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് രഹസ്യം, ഗോപ്യം എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പുരാണത്തിലുള്ള തത്വങ്ങളും ഈ മോഡേൺ സയൻസ് അല്ലെങ്കിൽ ഈ ആസ്ട്രോ ഫിസിക്സ് എന്നൊക്കെ പറയുന്നത് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ഇന്ന് നാനോ ടെക്നോളജി എന്ന് പറയാറുണ്ട് അല്ലെ? ഈ എല്ലാം വളരെ ചെറുതായിട്ട് കാണുക, ഈ ബിന്ദു തത്വം തന്നെയാണ് നാനോ ടെക്നോളജി. ഇപ്പൊ കേന്ദ്ര ബിന്ദുവിനെ കണ്ടെത്തുക. ബിന്ദു എന്നാൽ പറഞ്ഞാൽ എന്താ? പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദു എന്നർത്ഥം അല്ലെ? ഈ യൂണിവേഴ്സിന്റെ മൂലസ്ഥാനാണ് ബിന്ദു. അപ്പൊ മനുഷ്യന്റെ ബുദ്ധിക്കും മനസ്സിനും അപ്പുറമാണിത്. ഈ ബിന്ദുവാണ് എല്ലാറ്റിനെയും ഉണ്ടാക്കുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത്, തിരിച്ച് ലയിപ്പിക്കുന്നത്. അതിനെയാണ് നമ്മൾ ശ്രീചക്രത്തില് കാമേശ്വരന്മാരുടെ ആ വാസസ്ഥാനമായിരിക്കുന്ന ബിന്ദു ചക്രം എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ചലനമാണ് ഈ പ്രപഞ്ചത്തില് എല്ലാ ചലനങ്ങൾക്കും അടിസ്ഥാന തത്വമായിട്ടിരിക്കുന്നത്.
നമ്മൾ ഈ കാണുന്ന കാറ്റ് വീശുന്നതും സമുദ്രം ചലിക്കുന്നതും ഈ സൂര്യചന്ദ്രന്മാര് മാറി മാറി വരുന്നതും എല്ലാം എന്താ? ഈ ബിന്ദുവിൽ നടക്കുന്ന ചലനം തന്നെയാണ്. അപ്പോ മൂകാംബിക അല്ലെ, മൂകാംബിക, സൗവർണിക നദി, ചിത്രമൂല ഗുഹ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്താണ്? ഒരു ഭക്തന് എന്തോ ഒരു ചലനം ഉള്ളിലുണ്ടാകുന്നു അല്ലെ. എന്താ കാരണം? അവിടെ ദേവിയുടെ പൂർണ്ണമായിരിക്കുന്ന ഒരു വാസസ്ഥാനമാണ്. അപ്പൊ നവരാത്രി എന്ന് പറഞ്ഞാൽ എന്താ? ദേവി തത്വത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ്? അതിലൂടെ മാത്രമേ നമുക്ക് വിജയദശമിയിൽ എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ ഭാരതത്തിൽ എല്ലാറ്റിന്റെയും പുറകില് എന്തോ ഒരു സത്യം ആന്തരികമായിട്ട് ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മൾ അതിനെ അന്വേഷിച്ചാൽ കിട്ടും ഇല്ല. ഇവിടെ ഉള്ള എല്ലാറ്റിന്റെ പുറകിലും ഓരോ ഓരോ സത്യങ്ങളുണ്ട്. അപ്പൊ ദേവി മഹാത്മ്യത്തില് ദേവി ശുംഭ നിശുംഭന്മാരോട് പറയണു, എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന ആളെയെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് അല്ലെ. അവസാനത്തെ അധ്യായം അതിനകത്ത് പറയുന്നുണ്ട്. ആദ്യം എന്താ? ചണ്ടമുണ്ടന്മാര്, ശുംഭ നിശുംഭന്മാരുടെ ജോലിക്കാരായിരിക്കുന്ന ചണ്ടമുണ്ടന്മാരാണ് അവിടെ എത്തിച്ചേരുന്നത്. അപ്പൊ അവരോട് തന്റെ യജമാനന് വിവാഹം കഴിക്കണം ദേവി എന്ന് പറയുമ്പോ ദേവി എന്താ പറയുന്നത്? എന്നെ വന്ന് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറയൂ, ആ ആളിനെ ഞാൻ തീർച്ചയായിട്ടും വിവാഹം ചെയ്യാം. എന്താണ് ഒരു മനുഷ്യർ ഇതിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ഗ്രഹിക്കേണ്ടത്? കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? മംഗളം എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ തന്നേക്കാൾ ഗുണത്തിലും ജ്ഞാനത്തിലും ഉയർന്ന ഒരാള്, ആ ആളിനെ കല്യാണം കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ എന്താ പറയാ ആ ഒരു നെഗറ്റീവ്സിനെ ഇല്ലാതാക്കി പോസിറ്റീവായിട്ട് ആ ഒരു എന്താ പറയാ ആ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ, നമുക്ക് സഹായിയായിട്ട് നമ്മുടെ കൂടെ ജീവിത യാത്രയില് പങ്കാളിയായിട്ട് വരുന്ന ആള് തീർച്ചയായിട്ടും അറിവിലും ആ ഒരു എന്താ പറയാ കർമ്മത്തിലും എല്ലാം നമ്മളെക്കാളും ഉയർന്നതായിരിക്കണം. അതാണ് ദേവി പറയുന്നത്. അപ്പോ അതായത് ആ ഒരു നെഗറ്റീവ്സ് ആകുന്ന എല്ലാ അസുരന്മാരെയും തോൽപ്പിച്ച ഒരാളെ ജീവിത പങ്കാളിയാക്കിയാലേ ജീവിതം നന്നാവുള്ളൂ, മംഗളമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ ഈ കാണുന്ന എന്താ പറയാ ഇന്ന് നമ്മളെ കുടുംബത്തിൽ കാണുന്ന താളപ്പിഴകൾക്ക്, വിവാഹ മോചനങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം എന്താ? ആ ഒരു എന്താ ഒരു തലത്തിൽ പോലും ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ യോജിപ്പില്ലാതെ വരുന്നത് എന്തുകൊണ്ടാ? രണ്ട് തലത്തിൽ നിന്ന് വരുന്നു. അവര് തമ്മിൽ ഒരിക്കലും എന്താ പറയാ ആന്തരികമായിട്ടൊരു യോജിപ്പ് ഉണ്ടാകുന്നില്ല. ഒരേ മനസ്സും ജ്ഞാനവും ഉള്ളവർ ഒത്തുചേർന്നാൽ എന്താ? മംഗളകരമായിരിക്കുന്ന ഐശ്വര്യമായ ഒരു കുടുംബം അല്ലേ. അപ്പൊ അവിടെ നിന്ന് എന്താ ഉണ്ടാകുന്നത്? ഒരു നല്ല തലമുറ ഉണ്ടാകും എന്നർത്ഥം. അപ്പൊ ശ്വാസ നിയന്ത്രണം കൊണ്ട് നമ്മുടെ ആന്തരിക ശത്രുക്കളെ ഇല്ലാതാക്കണം. ഇത് പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്നതാണ്. അപ്പൊ ആരാണ് ഈ മഹിഷാസുരൻ എന്ന് ചോദിച്ചാല് ഒരു ഗന്ധർവന് ഒരു എരുമയിൽ ഉണ്ടായതാണ് ഈ മഹിഷൻ എന്ന് പറയുന്ന മഹിഷാസുരൻ. ഇത് പുരാണം പറയുന്നതാണ്. ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ എന്താ? സംഗീത നിപുണൻ എന്നൊക്കെയാണ് അർത്ഥം അല്ലെ. ഗായകരാണ് അവര്, ദേവലോകത്തെ ഗായകര്. അപ്പൊ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. അപ്പൊ എന്റെ ഉള്ളിലെ ശബ്ദം എന്നിലെ എരുമയോട് ഉപമിക്കാവുന്ന ഒരു രജോ തമോ ഗുണങ്ങളാകുന്ന അജ്ഞാനം അല്ലെ, അല്ലെങ്കിൽ കോപം, അതുമായിട്ട് ചേർന്നപ്പോ എന്റെ ഉള്ളില്, ഇത് പുറത്തല്ല നടന്നത് ഈ സംഭവങ്ങള്, എന്റെ ഉള്ളില് മഹിഷാസുരൻ ജനിച്ചു. അങ്ങനെ മനോനിയന്ത്രണവും നഷ്ടപ്പെട്ടു. എന്നാൽ ആദ്യം എന്താ? മനസ്സിന്റെ സ്ഥാനത്ത് ഈ പറഞ്ഞ മഹിഷാസുരൻ കയറിയിരുന്നു. അതാണ് ഇന്ദ്രനെ ഇന്ദ്രലോകത്തിൽ നിന്ന് നിഷ്കാസിതനാക്കി എന്ന് പറയുന്നത്. ആദ്യം തന്നെ മനസ്സിന്റെ നിയന്ത്രണം ആരേറ്റെടുത്തു? ഈ മഹിഷാസുരൻ. ഈ മഹിഷൻ കാരണം ബുദ്ധിയില്ലാത്തതായിട്ട് സ്വബോധം നഷ്ടപ്പെട്ടു എന്നർത്ഥം. അപ്പൊ സത്കർമ്മങ്ങളെല്ലാം ഇല്ലാതായി, നമ്മുടെ തപസ്, ജപം, ഹോമങ്ങളെല്ലാം ഇല്ലാതായി. അപ്പോ ദേവന്മാര് ദേവിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി എന്ന് പറയുന്നു ദേവി മഹാത്മ്യം. അപ്പൊ ദേവി വന്നപ്പോ എന്താ നടന്നത്? ആദ്യം അവിടെ ബുദ്ധി പ്രവർത്തിച്ചു. ഇതുവരെ മഹിഷാസുരന്റെ കീഴിലായിരുന്നു അല്ലെ. അപ്പോ ധ്യാനത്തിലൂടെ നമ്മുടെ ഒരു സൂക്ഷ്മ തലം ഉണർന്നു എന്നർത്ഥം. അവരെന്താ? തപസ് ചെയ്തു, കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആ ദേവിയെ മാത്രം വിചാരിച്ചിരുന്നപ്പോ ദേവി അവിടെ ആവിർഭൂതയായി. അപ്പൊ ആ ഒരു സൂക്ഷ്മ തലത്തെയാണ് നമ്മൾ ഉണർത്തേണ്ടത്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ സൂക്ഷ്മതലം ഉള്ളത്. അപ്പൊ സത്യം ബോധ്യപ്പെട്ടപ്പോ മഹിഷാസുരൻ എന്ന അജ്ഞാനം, അതായത് തമോ ഗുണം ഇല്ലാതായി തീർന്നു. അപ്പൊ എപ്പോഴാണ് ഉള്ളില് ആ തമസ് അല്ലെങ്കിൽ രജോ ഗുണങ്ങള് ബാധിക്കുന്നത്, കുറച്ചു നേരം നമ്മൾ ധ്യാനിക്കണം. നമ്മുടെ മനസ്സിൽ, അതായത് ആ ഒരു മനസ്സ്, നമ്മൾ ചിലപ്പോ പറയും നമുക്കൊന്നിനും തോന്നുന്നില്ല, ഈശ്വര വിശ്വാസം നഷ്ടപ്പെടുന്നു, ഇതൊക്കെ തോന്നുന്ന എന്താ? തമോ ഗുണം നമ്മളിൽ വർദ്ധിക്കുന്നതുകൊണ്ടാണ്, ഇല്ലെ രജോ ഗുണം വർദ്ധിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ എന്താ വേണ്ടത്? കുറച്ചു നേരം ധ്യാനിച്ചിരിക്കണം, ബുദ്ധിയെ ഉണർത്തണം. എന്തുകൊണ്ടാ ഗായത്രി മന്ത്രത്തിന് ഇത്രയും പ്രാധാന്യം? ധിയോ യോന പ്രചോദയാ.
അപ്പൊ എന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കൂ. ഈ 3 തലത്തിൽ, അതായത് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളില് ആ ഇരിക്കുന്ന എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മസൂര്യൻ, സൂര്യൻ എന്ന് പറഞ്ഞാൽ അറിവ്, എന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ. പ്രചോദിതമായ ബുദ്ധി ശരിയായ കാഴ്ചപ്പാടുകള് നമ്മളിൽ ഉണ്ടാക്കണു. പിന്നെ മഹിഷൻ എന്ന് പറയുന്ന അജ്ഞാനത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല, അല്ലെ? ഇതാണ് രഹസ്യാർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ദേവി ഉപാസനയിൽ ദേവിയുടെ കയ്യിൽ ഇരിക്കുന്ന ആ കരിമ്പ് വില്ലിന് വളരെ പ്രാധാന്യമുണ്ട്. കരിമ്പെന്ന് പറഞ്ഞാൽ എന്താ? കരിമ്പെന്ന് പറഞ്ഞാൽ മധുരവും അതിൽ കുറച്ച് കമ്പുകളും ഉണ്ട്, ഇല്ലേ? മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ കരിമ്പിനോട് ഉപമിച്ചാല് ആധാര ചക്രങ്ങളെ അതിന്റെ മുട്ടുകളായിട്ട് കാണാം. അപ്പൊ ആനന്ദം എന്ന് പറയുന്ന മധുരം ഇരിക്കുന്നത് അത് പിഴിഞ്ഞെടുക്കുമ്പോഴാണ്, അല്ലെ? അത് എന്നാ മാത്രമേ നമുക്ക് ആനന്ദം കിട്ടുള്ളൂ. അപ്പോ ആ ഒരു ദസറ എന്ന പേരിൽ നമ്മൾ ഈ പറഞ്ഞ നവരാത്രിയെ മൈസൂരിൽ ആഘോഷിക്കുന്നത് എങ്ങനെയാ? നവരാത്രി ഉത്സവങ്ങളെല്ലാം അവിടെ അറിയപ്പെടുന്നത് ദസറ എന്നുള്ള പേരിലാണ്. യഥാർത്ഥത്തില് ഈ ദസറ എന്ന് പറഞ്ഞാൽ എന്താണ്? ദശ പാപഹര എന്നാണ് അർത്ഥം. 10 തരത്തിലുള്ള പാപങ്ങളെ ഹരിക്കുന്നത് ദസറ. അപ്പൊ എന്താണ് ഈ 10 തരത്തിലുള്ള പാപങ്ങള്? കർമ്മേന്ദ്രിയങ്ങളെല്ലാം, ഈ കർമ്മങ്ങൾക്കെല്ലാം പ്രതികരണം ഉണ്ടാകും. നമുക്കറിയാം, നമുക്ക് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സെന്റൻസ് ആണല്ലേ, എവരി ആക്ഷൻ ഹാസ് ഗോട്ട് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടുകന്നേ വരൂ. അപ്പൊ അത് നല്ലതോ മോശമോ എന്നുള്ളതല്ല. കർമ്മത്തിന് കർമ്മഫലം, എല്ലാറ്റിനും റിയാക്ഷൻ ഉണ്ടാകും. എന്നാൽ കർമ്മം ഉദ്ദേശശുദ്ധിയോടുകൂടി ആ വിശുദ്ധിയോട് ചെയ്താല് അത് അകർമ്മമായിട്ട് തീരും. അപ്പൊ 10 പാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ആ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ചെയ്യുന്ന പാതകങ്ങൾ അല്ലെങ്കിൽ പാപകർമ്മങ്ങള്. രാവണന്റെ 10 തല ഇത് തന്നെയാണ്. ദശരഥന്റെ 10 രഥങ്ങളും ഇത് തന്നെയാണ്. രഥങ്ങളും ആ ഒരു രഥകൽപ്പനയിലെ രഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. അപ്പോ 5 ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ 5 കർമ്മേന്ദ്രിയങ്ങളിലൂടെയാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത് എന്നർത്ഥം. പുണ്യം കിട്ടുന്നതും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ പാപം എന്ന് പറയുന്നത് എന്താണ്? റിയാക്ഷൻ ഉണ്ടാക്കുന്ന കർമ്മങ്ങളെയാണ് നമ്മൾ പാപങ്ങൾ എന്ന് പറയുന്നത്. അല്ലാത്ത പുണ്യങ്ങളെല്ലാം എന്താ? അനുഗ്രഹമാണ്, അല്ലെ? അപ്പൊ അതിനെ ഇല്ലാതാക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം മാറ്റി എന്ത് വേണം? ലോകക്ഷേമത്തിന് ആ ഒരു ഭാവം, എല്ലാവർക്കും നന്മ വരണം എന്നുള്ള ഒരു ഭാവം, അല്ലെങ്കിൽ നമ്മുടെ ധർമ്മമാണ്. ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് അവളുടെ ഭർത്താവിനെ നോക്കുക, കുട്ടികളെ നോക്കുക, കുടുംബം നന്നാക്കുക, ഇതെല്ലാം തന്നെ ധർമ്മമാണല്ലേ? അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്തിനാ? ഞാൻ ചെയ്യുന്നതല്ല, എന്റെ ഡ്യൂട്ടി, അതായത് എന്റെ ധർമ്മം ചെയ്യണു. ഇനി അല്ലാതെങ്കിൽ നമുക്ക് ലോകം നന്നായിരിക്കാൻ, ഒരു കുടുംബം നന്നായാൽ എന്താ? ആദ്യ സമൂഹം മോശമാകും, സമൂഹത്തിൽ നിന്ന് രാഷ്ട്രമാകും. അങ്ങനെ ഇത് ചെറിയ ഒരു കുടുംബത്തിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. അപ്പൊ എല്ലാത്തിനും ആ ലോകക്ഷേമത്തിന് വേണ്ടി എന്നുള്ള ഭാവത്തോടു കൂടി ഞാൻ കർമ്മം ചെയ്യുന്നത് എന്താ? ഈ ശരീരം കൊണ്ട് ചെയ്യുന്നതല്ല, ഞാൻ എന്തോ ഒരു പ്രേരക ശക്തി, എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഒരു ജഡ്ജി തൂക്കിക്കൊല്ലാൻ വിധിച്ചു, ഇല്ലേ? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണത്, അത് ജഡ്ജിയുടെ ജോലിയാണ്. അപ്പൊ ഈ തൂക്കിക്കൊല്ലാൻ വിധിച്ചോണ്ട് ആ പാപം ജഡ്ജിക്ക് കിട്ടുമോ? ഒരിക്കലും ഇല്ല. അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാപമില്ല. ഇതുപോലെ വേണം നമ്മൾ കർമ്മം ചെയ്യാൻ. നമ്മുടെ ഡ്യൂട്ടി, അഥവാ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂ ടു ദ സൊസൈറ്റി എന്നാണ് ശരിക്കും ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ ഒരു രീതിയിൽ കർമ്മം ചെയ്താൽ ഈ ദശപാപങ്ങള് ഇല്ലാതാക്കി തീർക്കാം. ഇപ്പൊ നവരാത്രി എന്ന് പറയുന്ന 9 ദിവസങ്ങളിൽ ആദ്യത്തെ 3 ദിവസം കാളിയായിട്ട് കർമ്മം ചെയ്ത് അടുത്ത 3 ദിവസം ലക്ഷ്മിയെ ഉപാസിച്ച് ഐശ്വര്യം നേടി അവസാനത്തെ 3 ദിവസം ആ സരസ്വതിയാകുന്ന ആ ജ്ഞാനത്തില് നമ്മുടെ മനസ്സുറയ്ക്കട്ടെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് സംസാരം എന്ന് പറഞ്ഞാൽ എന്താ? ഭൗതികത എന്നാണ് അർത്ഥം, ലൗകികം. ഇപ്പൊ മൗനം എന്നാലോ മനസ്സിന്റെ മൗനമാണ്, അല്ലെ? അല്ലാതെ നമ്മൾ സംസാരിക്കാതിരിക്കുന്ന അല്ല മൗനം എന്ന് പറയുന്നത്. മനനത്തിന് അപ്പുറത്തൊരു തലമുണ്ട്, അതിനെയാണ് നമ്മൾ മഹാമൗനം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഏറ്റവും സന്തോഷത്തിന്റെ കേന്ദ്രം ഇരിക്കുന്നത്. ഈ കേന്ദ്രം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ എന്താണ്? നാമമുണ്ടെങ്കിൽ രൂപവും ഉണ്ടായിരിക്കും. അപ്പോൾ മന്ത്രങ്ങളെല്ലാം തന്നെ ദേവതാ സ്വരൂപങ്ങളാണ്. അതുകൊണ്ട് ദേവിയുടെ ലളിതാ സഹസ്രനാമ സ്തോത്രം പോലെയുള്ള സ്തോത്രങ്ങള്, ദേവിയുടെ മന്ത്രങ്ങളെ എല്ലാം തന്നെ ദേവിയുടെ ആയിരക്കണക്കിന് രൂപങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കണു. ഈ രൂപങ്ങളെല്ലാം തന്നെ എന്താ? പ്രപഞ്ചത്തിൽ തന്നെ നമ്മൾ കാണുന്ന നാനാ രൂപങ്ങള്, അല്ലെ? എല്ലാം ദേവി തന്നെയാണ്. എന്തിനാണിത്? ഇങ്ങനെ ആ രൂപങ്ങളിലൂടെ നമ്മൾ അതിന്റെ മൂലസത്തയിലേക്ക്, അതായത് പ്രപഞ്ചത്തിന്റെ മൂലസത്ത എന്ന് പറഞ്ഞാൽ എന്താ? ആകാശതത്വം, അല്ലെ? ആ ഒരു ശബ്ദ തത്വത്തിലേക്ക്, ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം. അപ്പൊ അതിലേക്ക് നമ്മളെ എത്തിക്കും. അപ്പൊ നാനാരൂപമായിരിക്കുന്ന പ്രകൃതി, അമ്മ
പല രൂപങ്ങൾ ധരിച്ച് ആ അമ്മയുടെ പല രൂപങ്ങളിലൂടെ, ആ ശബ്ദങ്ങളിലൂടെ നമ്മള് ശബ്ദമില്ലാത്ത ഒരു സ്ഥലത്ത് നിശബ്ദമായിരിക്കുന്ന ആ മഹാമൗനത്തിലേക്ക് ഒരു ജീവന് യാത്രയാകാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നവരാത്രി ആ ഒരു പ്രത്യേക ഈ ഒരു നവരാത്രി എന്ന് പറയുന്ന പ്രത്യേക കാലഘട്ടത്തില് ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. കാരണം ആ ഒരു ഭാരതത്തിലെ ദേവി ഉപാസന എന്ന് പറയുന്നത് എന്താ? ആ നാനാത്വത്തിൽ നിന്ന് ഏകമായിരിക്കുന്ന ശക്തിയിലേക്കുള്ള ഒരു പ്രയാണമാണ്. ഇത് നമ്മൾ അറിയണം. കാരണം ദേവിയുടെ 1000 നാമങ്ങള്, അമ്മയുടെ 1000 തത്വങ്ങളെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, 1000 രൂപങ്ങളെയാണ്. ഇപ്പൊ ദേവിക്ക് അനവധി മുഖങ്ങളുണ്ട് അല്ലെ? എല്ലാം കൂടി ചേർന്നതിനെയാണ് നമ്മൾ പരാശക്തി എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഏത് ശക്തിയാണ് വേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ ടി വിയിൽ നിന്ന് 600-700 ചാനലുകളുണ്ട് ഇല്ലേ? അനേകം ചാനൽ. നമുക്ക് കാണാൻ ഇഷ്ടമുള്ള ചാനൽ ഏതാണ്? നമ്മൾ കാണണമെന്ന് തീരുമാനിക്കുന്നത്, നമുക്ക് കേൾക്കണമെന്ന് തീരുമാനിക്കുക, അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പൊ നമ്മുടെ ആ റിമോട്ട് വെച്ച് നമുക്ക് ഏത് ചാനലും സെലക്ട് ചെയ്യാം. അപ്പോൾ എന്തും സാധിച്ചു തരുവാനുള്ള ശക്തിയോട് എന്താ പറയാ, നമ്മൾ നിസാര കാര്യങ്ങൾ ചോദിക്കാൻ തക്ക ബുദ്ധി ആണ് നമുക്കുള്ളത്. കാരണം ഈ പരാശക്തി എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചത്തിന് എന്ത് വസ്തുക്കൾ വേണമെങ്കിലും തരാം. പക്ഷെ നമ്മൾ ആ അമ്മയോട് ചോദിക്കുന്ന എന്തൊക്കെയാണ്? നമ്മുടെ ചെറിയ നമ്മുടെ ആ ജീവിതത്തിൽ വരുന്ന ചെറിയ പ്രശ്നങ്ങൾ കടത്തി തരണേ, നിസാര കാര്യങ്ങളാണ് അതിനുള്ള ബുദ്ധി, നമുക്ക് അത്രയും ബുദ്ധി വളർച്ചയേ ഉള്ളൂ എന്നർത്ഥം. ഇപ്പൊ നമ്മളൊരു വലിയ ജലസംഭരണി വലിയൊരു റിസർവോയറിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ചോദിക്കുന്ന പോലെയാണത്. അപ്പൊ അംബിക എന്ന് പറഞ്ഞാൽ ആരാ? പ്രപഞ്ചത്തിന്റെ മാതാവാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും തരാൻ കഴിവുള്ളതാണ് അല്ലെ? ആ അംബിക എന്നുള്ള നാമം തന്നെ ദേവിക്ക് പലതാണ്. ജ്ഞാനാംബിക, മൂകാംബിക, ബാലാംബിക അല്ലെ? ലക്ഷ്മി തന്നെ എത്രയുണ്ട്? അഷ്ടലക്ഷ്മി ഭാവത്തിലുണ്ട്. ഇപ്പൊ ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്നത് ഗർഭരക്ഷാംബിക അല്ലെ? തൃശ്ശിനാപ്പള്ളിക്കടുത്ത് അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പൊ ഏതും ആ അമ്മയുടെ ഭാവത്തില് തന്റെ മക്കളെ സംരക്ഷിക്കുന്നവൾ. ഇപ്പൊ വാക്ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? അറിവ്. ഇത് തരുന്ന ദേവിയാണ് നമ്മൾ സരസ്വതി എന്ന് പറയുന്നത്. ഇത് കിട്ടിയ കഴിഞ്ഞാൽ എല്ലാം കിട്ടും. കാരണം നമ്മുടെ ആ ഒരു കണ്ണുകള് സൂര്യൻ, ആ ചന്ദ്രൻ അല്ലെ, 2 കണ്ണുകൾ സൂര്യനും ചന്ദ്രനുമാണ്. ശരിക്കും അതുകൊണ്ടാണ് നമ്മള് ആ ദേവി ത്രിപുര സുന്ദരിയുടെ 2 കണ്ണുകള് ലക്ഷ്മിയും സരസ്വതിയുമാണെന്ന് പറയാൻ കാരണം. ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന എനർജിയാണ് ലക്ഷ്മി. അപ്പൊ ദേവിയുടെ ഏത് കാര്യം പറഞ്ഞാലും അത് സത്സംഗമാണ്. നവരാത്രിയിലെ പ്രധാനമായി സരസ്വതി ഉപാസനയാണ്. കാരണം ദേവി എന്ന് പറഞ്ഞാല് പരോക്ഷപ്രിയ എന്നാണ് പറയുന്നത്. കാരണം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നാമമാണത്. എന്താണ് ഇത് ലക്ഷ്യമാക്കുന്നത്? കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം നേരിട്ട് വന്ന് ഒരിക്കലും നടത്തി തരില്ല, പറ്റില്ല. ഈ കലിയുഗത്തിൽ പ്രത്യേകിച്ച് സാധ്യമല്ല. അപ്പൊ നമ്മുടെ ഏത് ആഗ്രഹവും വേറെ ആരിലൂടെയെങ്കിലും കൂടി അത് സാധിച്ചു തരും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് കിട്ടില്ലെന്ന് മാത്രം പറയരുത്. കാരണം എന്താ? പകരം എനിക്ക് വേണം, അമ്മ എനിക്കിത് തരും, എനിക്ക് കിട്ടും എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയണം. ഈ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമുക്ക് പലതും കിട്ടാതെ പോകുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ മനസ്സിന് ഒരു ഉറപ്പ് വേണം. അമ്മ എനിക്കിത് തരും, അമ്മ തരണേ, എനിക്ക് വേണം എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം. സ്വന്തം അമ്മയോട് നമുക്ക് എന്തും പറയാമില്ലേ? എനിക്ക് കിട്ടുമോ കിട്ടാതിരിക്കുമോ ഇങ്ങനെ സംശയത്തോട് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും അത് കിട്ടാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഉറപ്പാണ് ദേവിയിലുള്ള പൂർണ്ണമായ വിശ്വാസം. അതുകൊണ്ട് പരോക്ഷപ്രിയായിരിക്കുന്ന ദേവി നമുക്ക് എന്താണ്? വേറെ ആരിലൂടെയെങ്കിലും നമുക്കത് തീർച്ചയായിട്ടും നടത്തി തരും. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നത്, എന്താ പറയാ, രോഗങ്ങൾ മാറുന്നത്, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്, വരാനുള്ള തടസ്സങ്ങൾ മാറുന്നത് എല്ലാം തന്നെ ഈ പരോക്ഷപ്രിയായിരിക്കുന്ന പരാശക്തിയുടെ അനുഗ്രഹമാണ്. അപ്പൊ പരാശക്തിയുടെ തെളിഞ്ഞ രൂപത്തെയാണ് നമ്മൾ സരസ്വതി എന്ന് പറയുന്നത്. സാരസ്വതം എന്ന് പറഞ്ഞാൽ എന്താ? സാരസ്വതം എന്ന് പറഞ്ഞാൽ ഒഴുക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ശരീരത്തിലുള്ള സുഷുമ്ന എന്ന യോഗ നാഡിയിലൂടെ ഒഴുകുന്ന ശക്തിയാണ് നമ്മൾ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ആ മുകളിലേക്കുള്ള ഒഴുക്കിനെ പല രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോ ശാസിക്കുന്നവൻ ശാസ്താവെന്ന് പറയുന്ന പോലെ, അപ്പൊ മുകളിലേക്ക് വേല് മാതിരി പോകുന്ന ആ ഒരു ശക്തി അല്ലേ, അതിനെ നമ്മൾ എന്തായിട്ട് പറയാറുണ്ട്? ഷൺമുഖൻ അല്ലെ, ഗുരുഗുഹൻ, സുബ്രഹ്മണ്യൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ശരീരശാസ്ത്രം എന്നത് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനമായിട്ട് ആ പറയുന്നത് പഞ്ചകോശം അല്ലെങ്കിൽ ഷഡാധാരങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ഇതിനെല്ലാം ആധാരപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഈ ശരീരത്തെ പറയുന്നത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സിദ്ധവൈദ്യം, ആയുർവേദം, റെയ്ക്കി, ഇതെല്ലാം തന്നെ. അപ്പൊ ശരീരത്തെ അടിസ്ഥാനപ്പെടുത്തിയതാണ് എല്ലാം. ശരീരം എന്നാൽ എന്താണ്? ശരീരം പൃഥ്വി തത്വമാണ് അല്ലേ? അതിൽ 5 ഗുണങ്ങളും ഉണ്ട്.
അപ്പൊ ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഇത് തന്നെയാണ്. ഇതിന്റെ അടിസ്ഥാന തത്വം ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ തിരിച്ചറിവിനെയാണ് നമ്മൾ സരസ്വതി എന്ന് പറയുന്നത്. അപ്പൊ ദേവിയെ നമ്മൾ കാണുന്നത് എന്താണ്? താമരയിൽ ഇരിക്കുകയാണ് ഇല്ലേ? താമര വരുന്നത് എവിടെ നിന്നാണ്? ചേറിൽ നിന്നാണ് ഇല്ലേ? അതുകൊണ്ട് തന്നെ അത് ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അപ്പൊ സൂര്യനാകുന്ന ബുദ്ധി, അതായത് അത് ഉദിക്കുമ്പോഴാണ് താമര വിടരുന്നത്. ഇവിടെ ചെളി എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രപഞ്ചമാണ്, ഈ ത്രിഗുണങ്ങൾ ചേർന്ന ഈ ജഗത്ത്. അപ്പൊ ജീവിതത്തിന്റെ ആകെ തുകയായിരിക്കുന്ന ആ ഒരു എന്താ പറയാ, നമുക്കുണ്ടാകുന്ന നന്മ തിന്മകള്, സുഖ ദുഃഖങ്ങള്, ശരി തെറ്റുകള് എല്ലാം ചേർന്നതിനെയാണ് നമ്മൾ ചേറ് അല്ലെങ്കിൽ ചെളി എന്ന് പറയുന്നത്. ഇപ്പൊ ചേറിലെ മീനിന് സ്വാദ് കൂടുന്നൊക്കെ പറയാറുണ്ട്. ശുദ്ധജല മത്സ്യത്തിന് അത്രയും രുചിയില്ല എന്നും പറയും. അപ്പോ അങ്ങനെ എല്ലാം ആ ഒരു എന്താ പറയാ, ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന 3 ഗുണങ്ങളുടെയും ആകെത്തുകയാണ് ഈ ജഗത്ത് അല്ലെ? അവിടെ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈശ്വരനെ അറിയാൻ. എങ്ങനെ? ജ്ഞാനമാകുന്ന സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് ജ്ഞാനപ്രകാശം ഉണ്ടാകുമ്പോൾ ഇരുട്ടില്ലാതായിട്ട് തീരുന്നു. അപ്പൊ അങ്ങനെ എല്ലാം ആകർഷിക്കുന്ന കറുപ്പിന്റെ രൂപത്തെയാണ് നമ്മൾ കാളീദേവി എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ സഹസ്രാരം എന്ന് പറയുന്നത് എന്താണ്? സഹസ്രാരത്തെ നമ്മൾ പറയുന്ന താമര അല്ലെ? സഹസ്രാര പത്മം എന്നാ പറയുന്നത്. അപ്പം ആ സഹസ്രാരം എന്ന് പറയുന്നത് എന്താണ്? ആ പൂർണ്ണമായിരിക്കുന്ന ഈശ്വര ശക്തി ഇരിക്കുന്ന സ്ഥലം, ഉയർന്ന സ്ഥലം. അപ്പൊ സുഖദുഃഖങ്ങളാകുന്ന ചെളിയിൽ നിന്ന് ഉയർന്ന് നിൽക്കുന്നത്, അത് ജലത്തിൽ കിടക്കും. പക്ഷെ ജലം അതില് തങ്ങി നിൽക്കില്ല അല്ലെ? നമുക്ക് താമരയുടെ ഇലയും അതിന്റെ പൂവിന്റെ ആ ഒരു എതളെടുത്ത് നോക്കിയാൽ ഒരു തുള്ളി ജലം പോലും അതിൽ തങ്ങി നിൽക്കില്ല. ഇതിലാണ് ദേവി ഇരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ആ താമരയുടെ ആ എന്താ പറയാ, ആ താമരയെ താങ്ങി നിർത്തുന്ന താമര തണ്ടിനെയാണ് നമ്മൾ സുഷുമ്നാ നാഡി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ താങ്ങുന്ന ദേവതയാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയാറുണ്ട്. അപ്പൊ സുബ്രഹ്മണ്യന്റെ ഭാര്യമാരായിരിക്കുന്ന വള്ളി ദേവയാനി അല്ലെ, ഇട പിങ്കള നാഡികള്. അപ്പൊ ദേവി ഇരിക്കുന്ന താമര താഴുന്നില്ല, ജലത്തിൽ ഉയർന്നു കിടക്കും. കാരണം എന്താ? അതിന് ഭാരമില്ല. അപ്പൊ അറിവ് കൊണ്ടാണ് ഈ വെയിറ്റ്ലെസ്നെസ് ഉണ്ടാകുന്നത്. വെയിറ്റ്ലെസ് ആയിരിക്കും ശരീരം. ഭാരം കുറയുന്ന എപ്പോഴാ? അറിവ് കൊണ്ട് അല്ലെ? നമ്മളിൽ എന്തിലൊക്കെയോ അഹങ്കരിക്കുമ്പോൾ നമ്മൾ ആരോ ആണെന്ന് തോന്നും. ശരീരത്തില്, സ്വത്തില്, പണത്തില്, ബന്ധുബലത്തിലൊക്കെ നമ്മൾ പറയും നമ്മൾ ആരോ ആണ്. അപ്പൊ എന്തോ ഒരു ഭാരം അല്ലെ? ഇതൊന്നുമില്ല, നമ്മളെല്ലാം ഇത് ഈശ്വരന്റെയാണ് എന്ന് വിചാരിക്കുമ്പോ എന്താ? നമ്മൾ ആ വിനയം ഉണ്ടാകുന്നു. എപ്പോഴാ വിനയം ഉണ്ടാകുന്നത്? ജ്ഞാനത്തിൽ മാത്രമാണ് വിനയം ഉണ്ടാകുന്നത്. അപ്പൊ ഭാരം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഒരു തടി കയ്യിലെടുത്താൽ ഭാരം ഉണ്ടാവാം, അത് വെള്ളത്തിലിട്ടാലോ അത് കുറയും അല്ലെ? നമ്മുടെ ശരീരം തന്നെ നോക്കുകയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ്, മരിച്ചതിന് ശേഷം ശരീരത്തിന് ഒരേ വെയിറ്റ് ആണ് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഒരാളിന് പൊക്കാൻ പറ്റില്ല. അതിനെ പൊക്കണമെങ്കിൽ 3-4 പേര് വേണം ഇല്ലേ? അതുപോലെയാണ്. ഇപ്പൊ സരസ്വതി ദേവി താമരയിൽ ഇരിക്കുന്നു, വാഹനം അരയന്നമാണ്. അപ്പൊ ദേവതകൾക്ക് എന്ന് പറയുമ്പോൾ ടൈം ആൻഡ് വെയിറ്റ്, സ്പേസ് ഇതൊന്നും ഇല്ല. വാഹനം എന്ന് പറഞ്ഞാൽ വഹിച്ച് പൂർണ്ണതയിൽ എത്തിക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ ജന്മം തന്നെ ആ ഒരു ജന്മം തന്ന വ്യക്തിയാണ് നമ്മുടെ എല്ലാ, നമുക്ക് ശരീരത്തെ, ഞാനിപ്പോ ഉദ്ദേശിച്ചത് നമ്മുടെ ഫിസിക്കൽ ബോഡി, നമുക്ക് ജന്മം തന്ന വ്യക്തിയെ നമ്മൾ എന്താ പറയുന്ന? അമ്മ. അപ്പൊ നമ്മുടെ ആത്മാവിന്റെ അമ്മ ആരാണ്? ഈ സാക്ഷാൽ ജഗദംബികയായിരിക്കുന്ന പരാശക്തിയാണ് നമ്മുടെ യഥാർത്ഥ അമ്മ. ഓരോ വ്യക്തിയുടെയും ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്നത് ഈ പരാശക്തിയാണ്. നമ്മൾ വിചാരിക്കുന്നു അമ്മയുടെ വയറ്റിൽ സുരക്ഷിതമാണെന്നല്ലേ? എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ? ഈ ഗർഭം ഇല്ലാതായി തീരാം. ഇതിന്റെ സംരക്ഷക സ്വഭാവം ഏറ്റെടുത്തിരിക്കുന്ന ആരാ? അതിന്റെ അമ്മയായിരിക്കുന്ന ഈ ആത്മാവാണ് ഒരു ശിശുവിന്റെ രൂപത്തിൽ ഉള്ളിൽ വരുന്നത്. ആ ആത്മാവിനെ സംരക്ഷിക്കുന്നത് അമ്മ, ഈ പരാശക്തി തന്നെയാണ്. അപ്പോ എന്താണ്? ആ ഒരു ഓരോ ജന്മവും നമ്മൾ ആത്മാന്വേഷണത്തിന് വേണ്ടിയാകണം. ആ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന പരാശക്തി. മനസ്സ് ഉയരണമെങ്കിൽ പലതും നമ്മൾ വിടണം. അതുപോലെയാണ് ഭൗതികതയിൽ നിന്ന് ആധ്യാത്മികതയിലേക്കുള്ള ഉയർച്ച. കാരണം എന്താ പറയാ, നമ്മളെ സദാ കാത്തു നിൽക്കുന്ന ആളാണ് ശരിക്കും കാലപുരുഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആത്മബന്ധുവാണ് ഇല്ലേ? നമ്മളെ ജനിച്ചപ്പോൾ മുതൽ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മള് കാലത്തിലൂടെ പോയി നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നത് കാലപുരുഷനാണ്. അപ്പൊ അദ്ദേഹം കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ ശരീരത്തിൽ വെച്ച് പരാശക്തിയെ നമ്മൾ അറിയണം. അത് മാത്രമാണ് നമ്മുടെ ആ മോക്ഷം, അല്ലെങ്കിൽ ഏറ്റവും പുണ്യം എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം പുണ്യത്തിന്റെ താഴെ വരില്ല. പുണ്യം ഏകമായിരിക്കുന്ന ആ ശക്തിയെ അറിയുക, ഈശ്വരനെ അറിയുക. ഇപ്പൊ നവരാത്രി എന്നത് നമ്മളെ പല അർത്ഥതലത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ പരിപൂർണ സംഖ്യയായിരിക്കുന്ന 9, അതുകൊണ്ടാണ് ഇതിനെ പരിപൂർണം എന്ന് പറയുന്നത്. ആ ഒരു നവം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടിരിക്കുന്നത്, എന്നും പുതിയത്.
ഇപ്പൊ കാളി, ദുർഗ, ലക്ഷ്മി, സരസ്വതി ഇങ്ങനെ എല്ലാ ദേവതകളും നമ്മൾ ആരാധിക്കുന്നത് ഇതേ ഇച്ഛാജ്ഞാന ക്രിയാശക്തികളെയാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇ പ്ലസ് ഷ പ്ലസ് ര അല്ലെ? ഇതാണ് ഈശ്വരൻ. ഈ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം ഉണ്ടാകുന്നത് ഇച്ഛാശക്തിയാണ്, പിന്നെ ജ്ഞാനശക്തി, പിന്നെ ക്രിയാശക്തി. ഇതിനോട് ചേരണമെന്ന് മാത്രം. ശ എന്ന് പറഞ്ഞാൽ എന്താ? ശ്വാസം. രകാരം എന്ന് പറഞ്ഞാൽ അഗ്നി. ഇതെല്ലാം ചേർന്നതാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ഈ ഈശ്വരൻ ഇരിക്കുന്ന വാസഗ്രഹമാണ് നമ്മുടെ ശരീരം. അപ്പൊ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള ശക്തി അല്ലെ, ആ ശക്തിയാണ് നമ്മൾ മൂലാധാരത്തില്, അതായത് അഗ്നിമണ്ഡലം. നമ്മൾ പറയും ക്ഷ എന്ന് പറയുന്ന ലകാരം എവിടെയായിരിക്കുന്നത്? മൂലാധാരത്തിലെ ബീജമാണ് ലകാരം. ക്ഷകാരം എവിടെയാണ്? ആജ്ഞാചക്രം. അപ്പൊ മൂലാധാരത്തിലെ കുണ്ടലിനി ശക്തിയെ ആജ്ഞയിൽ എത്തിക്കണം. അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ ലക്ഷ്യം എന്നുള്ള പദം ഉണ്ടായത്. കാരണം ഓരോ മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം എന്താ? നമ്മളെ അറിയുക അല്ലെ, ആത്മാവിനെ അറിയുക. അപ്പോ ഇനി ലക്ഷ്മി, ആ ഒരു ലക്ഷ്യം എന്നുള്ള പദം ലക്ഷ്മി ദേവിയാണ് നമുക്ക് തരുന്നത് അല്ലെ. അപ്പൊ ലക്ഷ്മി ദേവിയുടെ വാഹനം എന്ന് പറയുന്നത് മൂങ്ങയാണ്. സാധാരണഗതിയിൽ ദേവിയുടെ വാഹനം നമ്മൾ സാധാരണഗതി ഗരുഡന്റെ പുറത്തിരിക്കുന്ന ലക്ഷ്മിയെ കാണാറുണ്ട്. എങ്കിലും ചില സ്ഥലങ്ങളിൽ നമ്മൾ മൂങ്ങയായിട്ട് കാണാം. മൂങ്ങ എന്ന് പറയുന്നത് മോശമല്ല. കാരണം എന്താ? ഒന്നും മിണ്ടാതിരിക്കും അല്ലെ. മൂങ്ങയ്ക്ക് എന്താ? രാത്രി കണ്ണ് കാണും അല്ലെ, രാത്രി മാത്രമേ കാണുള്ളൂ. അല്ലാത്തപ്പോ എല്ലാം മിണ്ടാതിരിക്കും അല്ലെ, ഇടയ്ക്കിടയ്ക്ക് മൂളും. അപ്പൊ ഒടുവിലത്തെ 3 ദിവസം അറിവിന്റെ ഒഴുക്കായിരിക്കുന്ന സരസ്വതിയാണ് നമ്മൾ ഉപാസിക്കുന്നത്. ഹംസവാഹിനിയാണ് അല്ലെ. അപ്പൊ ആ ഒരു അറിവിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ മൗനമായിട്ടിരുന്ന് അല്ലെ. രാത്രി എന്ന് പറഞ്ഞാൽ എന്താ? അജ്ഞാനം. അജ്ഞാനത്തിൽ ഉണർന്നിരുന്ന് നമ്മൾ എന്ത് വരണം? നമ്മളെ ജ്ഞാനത്തിന്റെ പ്രകാശത്തെ തേടി നമ്മൾ അവസാനത്തെ 3 ദിവസം സരസ്വതിയിൽ എത്തിച്ചേരണം. ആ സാരസ്വതമാകുന്ന ഒഴുക്കിൽ നമ്മൾ ചേരണം. ഇപ്പൊ ജ്ഞാനികൾക്ക് ടൈം ആൻഡ് സ്പേസ് ഇല്ല, ഗുണങ്ങളില്ലാത്ത ഗുണാതീത അവസ്ഥയാണിത്. അപ്പൊ ഇതിന് വേണ്ട ഗുണമാണ് എന്ത്? വിവേകം. എങ്കിലേ നമുക്ക് വിദ്യയെ ഉപാസിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ മനുഷ്യനെ ഉയർത്തുന്ന ഏക ഉപാധിയാണ് വിദ്യ. ഇപ്പൊ മഹിഷനാകുന്ന തമോ ഗുണത്തെ ഹരിക്കണം. ആ ദേവിയെ, ആ ഒരു ശിവശക്തി ഐക്യരൂപിണിയായിട്ട് നമ്മളെ കാണണം. അങ്ങനെയാണ് എല്ലാത്തിലും ദേവിയെ സ്തുതിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളിൽ തന്നെ ഉണ്ട് ഈ ശിവശക്തി ഐക്യരൂപമുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ശിവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ സഹസ്രാരം അല്ല, അഥവാ മസ്തിഷ്കത്തിന്റെ വലതുഭാഗം എന്ന് പറയുന്ന ആ ഒരു റൈറ്റ് ബ്രെയിൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടത്തെ പ്രവർത്തനം എല്ലാം തന്നെ വളരെ അത്ഭുതാവഹമാണ്. ഇവിടെ എന്ത് സങ്കല്പിച്ചാലും അത് പ്രാവർത്തികമാകും. നമുക്ക് രോഗം വന്നാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെ നമ്മൾ അങ്ങനെ സങ്കല്പിക്കുന്നത് അതുകൊണ്ടാണ്. സങ്കല്പിക്കുന്നത് ഉടനെ പ്രാവർത്തികമാക്കുന്നതാണ് ശിവൻ എന്ന് പറയുന്ന ആ ഒരു സ്പിരിച്വൽ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ സങ്കല്പത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. ഇടത് ഭാഗം നമ്മൾ പറയും പാർവതി അല്ലെ. പാർവതി എന്ന് പറഞ്ഞാല് എന്താ പറയാ, ശക്തി, ദുർഗ, കാളി എല്ലാം നമ്മൾ പാർവതിയായിട്ടാ പറയുന്നത്. യുക്തി ചിന്തയാണിത്. നമ്മൾ പറയും, ചിലര് പറയാറുണ്ട് ഇമോഷണൽ മൈൻഡ് എന്നൊക്കെ പറയാറുണ്ട്. മറ്റതോ നിശ്ചയാത്മിക ബുദ്ധി. അപ്പൊ ശിവന്റെ അടുത്തിരിക്കുന്ന ശക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ശക്തി ഇല്ലാതെ ശിവനില്ല അല്ലെ, ശിവനില്ലാതെ ശക്തിയില്ല. അപ്പൊ രണ്ടും ചേർന്നിരിക്കുന്ന അർദ്ധനാരീശ്വര സ്വരൂപം. ഈ ഇതാണ് ഈ അതായത് നമ്മുടെ ബ്രെയിനിനെയാണ് നമ്മൾ അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്നത്. നമ്മൾ ചില പടങ്ങളിലൊക്കെ കാണാറുണ്ട്. ആ ഒരു ഭാഗം വലത് പുരുഷ ഭാഗവും ഇടത് ഭാഗം സ്ത്രീയുടെ ഭാഗവും അല്ലെ. അപ്പൊ ആ ഇടത് ഭാഗത്തെ ശക്തിക്ക് നമ്മൾ ആൽഫ മൈൻഡ് പവർ എന്നാ പറയുന്നത്. കാരണം ഈ ശക്തി സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കും. എന്തുകൊണ്ട് തന്ത്രശാസ്ത്രത്തിന് സങ്കല്പത്തിന് ഇത്രയും പ്രാധാന്യം? നമ്മൾ സങ്കല്പം ചെയ്യണം, ആ സങ്കല്പത്തെ ദേവിയുടെ പാദത്തിൽ വെക്കണം, അത് ദേവി യാഥാർത്ഥ്യമാക്കി തരും. അങ്ങനെയുള്ള ഒരു ഭയങ്കര പവർ, ഒരു ശക്തി നമ്മുടെ മനസ്സിനുണ്ട്. അത് ദേവിയെ ചെയ്തു തരുന്നത്. അപ്പോ ഈ ഒരു ശക്തിയുടെ പേരിലൊക്കെയാണ് നമ്മളിപ്പോ കണ്ടുവരുന്ന റെയ്ക്കി എന്നൊക്കെ പറയുന്നത്. ആ ഒരു ചികിത്സാ പദ്ധതി അതിന്റെ ഭാഗമാണ്. അപ്പൊ ഇതിന് ആൽഫ മൈൻഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ആൽഫ മൈൻഡിനെ നമ്മൾ എപ്പോഴും ശക്തമാക്കി വെക്കണം. നമ്മുടെ ശരീരത്തിലെ ഇച്ഛാശക്തി എന്ന് പറയുന്ന സൂര്യനാഡി, അത് പിങ്കള. ക്രിയാശക്തി എന്ന് പറയുന്ന ചന്ദ്രനാഡി, ഇട എന്നറിയപ്പെടുന്നു. അപ്പൊ സുഷുമ്ന എന്ന നാഡി ഏതാണ്? ജ്ഞാനശക്തിയായിരിക്കുന്ന സരസ്വതിയാണ്. അപ്പൊ സഹസ്രാരത്തിലെ ശിവനും പാർവതിയും, ആ മൂലാധാരത്തിൽ ഇറങ്ങുന്ന കുണ്ടലിനിയെ ആ തടസ്സമില്ലാതെ മുകളിലേക്ക് ഉണർത്തുന്ന ഗണപതി, ഉയരത്തിലേക്ക് നയിക്കുന്ന സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആറുമുഖൻ അല്ലെ. അപ്പോ ഈ നവരാത്രിയിലെ ഉപാസനയ്ക്ക് ആ ഒരു മസ്തിഷ്കത്തില് ഏറ്റവും വലിയ ശക്തികൾ ഉണരുന്നത് എവിടെയാണ്? നമ്മുടെ സഹസ്രാര പത്മത്തിൽ അല്ലെ. നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന എല്ലാ ദേവതകളും
എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ എന്താ പറയാ സഹായിക്കുന്നത്? മൂലാധാരത്തിൽ ഉറങ്ങിക്കിടന്ന പാർവതി എന്ന് പറയുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തി കുലപഥത്തിലൂടെ കുലാങ്കന, കുലാന്തസ്ഥ, കൗളിനി എന്നൊക്കെ പറയുന്ന ആ മാർഗത്തിലൂടെ ദേവി സഹസ്രാരത്തിലിരിക്കുന്ന ശിവനുമായിട്ട് ചേർന്ന് ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക എന്ന് പറയുന്ന പൂർണ്ണത്വത്തിലേക്ക് എത്തിക്കും. ഇപ്പൊ ശ്രീചക്രം എന്ന് പറഞ്ഞാൽ എന്താ? ദേവിയുടെ ശരീരമാണ് അല്ലെ? ദേവി ഇരിക്കുന്ന ഗ്രഹമാണ് എന്നൊക്കെ പറയാറുണ്ട്. മേരുവിനെ നമ്മൾ അങ്ങനെയാ പറയുന്നത്. ഇപ്പൊ പ്രപഞ്ചത്തിന്റെ ആ ഒരു എന്താ പറയാ പ്രപഞ്ചത്തിന്റെ ആ ഒരു രൂപമാണ് ശ്രീചക്രം. മനുഷ്യ ശരീരത്തിന്റെയും ജാമതീയ രൂപം, ജോമെട്രിക്കൽ ഫോമാണ് ശ്രീചക്രം. അപ്പൊ അത് ത്രികോണങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് അല്ലെ? അത് സാധാരണ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നതല്ല ഇത്. ശ്രീചക്രം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ശുദ്ധമായ ഒരു മനസ്സിന് മാത്രമേ ശ്രീചക്രം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്കറിയുന്ന ഒരു എന്താണ്, അത് ത്രികോണങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് നമുക്കറിയാം അല്ലെ? 43 ത്രികോണം, 44ാമത് ബൈന്ദവ സ്ഥാനം എന്ന് പറയുന്ന ബിന്ദു. അവിടെയാണ് നമ്മൾ കണ്ടു, എന്താ ബൈന്ദൂര് കണ്ടു അല്ലെ? അവിടെയാണ് ശിവശക്തികളെ, കാമേശ്വരനും കാമേശ്വരി ഇരിക്കുന്നത്. അപ്പൊ ഈ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം സമത്രികോണങ്ങളാണ്. അതായത് ഒരു ത്രികോണത്തിന്റെ 3 സൈഡിന്റെയും വലിപ്പം ഒന്നായിരിക്കണം. ഇത് ഏതെങ്കിലും ഒന്ന് കൂടിയാലോ കുറഞ്ഞാലോ ത്രികോണത്തിന്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടും, ത്രികോണമാവില്ല. അപ്പൊ ആത്മാവ് എന്ന് പറയുന്നത് ത്രികോണ ആകൃതിയിലാണെന്ന് പറയാറുണ്ട്. കാരണം എന്താണ്? ജന്മമെടുക്കാൻ ആഗ്രഹമുള്ള ആത്മാക്കളാണ് നമ്മൾ തൂങ്ങിക്കിടക്കുന്നത്. സാധാരണ നമ്മൾ ആൽത്തറ അല്ലെ, ആൽ വൃക്ഷത്തിലൊക്കെ നമ്മൾ എന്താ വേതാളം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കാണാറുണ്ട് അല്ലെ? ഇങ്ങനെ തലകീഴായിട്ട് തൂങ്ങിക്കിടക്കും, വേറൊരു ശരീരം കിട്ടാൻ വേണ്ടി കിടക്കുന്നത്. അപ്പൊ ആത്മാവിന് ശരിക്കും പറഞ്ഞ രൂപമില്ല. പഞ്ചഭൂത നിർമ്മിതമാണ് ശരീരം, അത് നമുക്കറിയാം അല്ലേ? അത് പോയാലും ആ ഒരു പൃഥ്വി തത്വം ജലതത്വം അതിലുണ്ട്. കാരണം ആ ഡെഡ് ബോഡി ദഹിപ്പിക്കുന്നിടം വരെ പൃഥ്വി തത്വവും ജലതത്വവും ആ ശരീരത്തിലുണ്ട് അല്ലെ? അഗ്നി തത്വം എന്ന് പറഞ്ഞാൽ എന്താ? ആ അഗ്നി തത്വമാണ് ആദ്യം ശരീരത്തെ വിട്ടുപോകുന്നത്. പിന്നെ വായു തത്വം പോകും അത് കഴിയുമ്പോൾ. പിന്നെ ആകാശ തത്വം. പിന്നെ ആ ശരീരം ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ആകാശ തത്വവും ഇല്ല അല്ലെ? ഇപ്പൊ മൃതശരീരം എന്ന് പറഞ്ഞാൽ എന്താ? പൃഥ്വിയും ജലവും മാത്രമാണ്. മറ്റേത് മൂന്നും എവിടെയാണ്? നമ്മൾ ഇപ്പൊ കണ്ട അഗ്നി, വായു, ആകാശം, ഇത് മൂന്നിനെ നമ്മൾ ആ ഒരു ഹയർ ഫ്രീക്വൻസി എലിമെന്റ്സ് എന്നാ പറയുന്നത്. ഈ താഴ്ന്ന ചക്രങ്ങൾ എന്ന് പറയാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ തന്നെ മൂലാധാര, സ്വാധിഷ്ഠാന ചക്രങ്ങളെ വളരെ ബേസ് ചക്രങ്ങൾ എന്ന് പറയാറുണ്ട്. ഇത് കടന്നു കിട്ടിയാൽ ഇവിടെയാണ് നമ്മൾ ഒരുപാട് ജന്മങ്ങൾ കുരുങ്ങിക്കിടക്കുന്നത്. ഇതിനെ കടന്ന് എന്താണ് കുറച്ചുകൂടെ ഹയർ ലെവലിൽ പോകാൻ കാരണം എന്താ? ഈ ഹൈ ഫ്രീക്വൻസി എലിമെന്റ്സ് എന്ന് പറയുന്നതാണ് അഗ്നി, വായു, ആകാശം. അപ്പൊ ഓരോ ആത്മാവും പുനർജന്മം എടുക്കുന്നത് എങ്ങനെയാ? ഈ ആത്മാവെന്ന് പറയുന്നത് എന്താ? ഈ അഗ്നിയും വായുവും ആകാശവും ചേർന്നതാണ് അല്ലേ? മറ്റത് രണ്ടും ഭൂമിയിൽ ലയിച്ചു കഴിഞ്ഞു, പൃഥ്വി തത്വവും ജലതത്വവും. അപ്പൊ മറ്റേത് മൂന്നും ഒരു ത്രികോണ ആകൃതിയിൽ കാണപ്പെടുന്നു. അതിനാണ് നമ്മൾ ഈ പറയുന്ന എന്താ പറയാ, അതൊരു ഭാവനയാണ്. അതൊരു വേതാളം പോലെ, ഒരു ത്രികോണം പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ത്രികോണത്തിന്റെ 3 വരകൾ എന്ന് പറഞ്ഞാൽ എന്താ? ശാരീരികം, മാനസികം, ആധ്യാത്മികം. അപ്പൊ ഇതാണ് മനുഷ്യ ജീവിതമാകുന്ന ത്രികോണം. ഇതില് ഭൗതികമായി കാണുന്ന നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബോഡി അത് നന്നായിട്ട് വെക്കണം ഇല്ലേ? അപ്പൊ അതിന് നമ്മൾ പക്ഷെ അതിനെന്താണ്? അമിത സ്ട്രെസ് കൊടുക്കരുത്. അപ്പൊ ഇതിന് എന്താ പറയാ, ഈ ശരീരത്തിൽ വരുന്ന രോഗങ്ങൾക്കെല്ലാം 100% അതിന് കാരണം എന്താണ്? അതിനൊരു മാനസിക തലമുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഭയം, കാമം, ക്രോധം, വിദ്വേഷം എല്ലാം തന്നെ മനസ്സിന്റെ സുഖത്തെ ഇല്ലാതാക്കുന്നു അല്ലെ? ഈ മനസ്സ് എപ്പോഴാണോ ഉള്ളില് ആ ഒരു വിശ്രാന്തി സ്ഥാനത്ത് ആ സുഖത്തെ അറിയുന്നത്, അപ്പൊ ബാഹ്യത്തിൽ നിന്ന് ഉള്ളിലേക്ക് വന്നാലേ ഇത് അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആധ്യാത്മിക അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ മനസ്സ് ശുദ്ധമായാൽ മാത്രമേ നമുക്ക് ഈ കാമക്രോധങ്ങളാകുന്ന ആ ഒരു എന്താ പറയാ സ്പന്ദനങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ പ്രോബ്ലംസും മാനസികമാണ്. അപ്പൊ മൂന്നാമത്തത് എന്താണ്? ആധ്യാത്മികം. അപ്പൊ ഈ എന്താ പറയാ, നമ്മൾ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആധ്യാത്മികം എന്ന് പറയുന്നത് അമ്പല ദർശനമോ തീർത്ഥഘട്ടങ്ങളിൽ കുളിക്കുന്നതോ ഒന്നുമല്ല. ആ തത്വ ചിന്തയാണ് നമ്മൾ ആധ്യാത്മം എന്ന് പറയുന്നത്. നമ്മൾ ആരാണ്? ഹൂ ആം ഐ? ഏതിന്റെ പുറകിലും ഒരു ആധ്യാത്മിക വശമുണ്ട് അല്ലേ? അതിനെയാണ് നമ്മൾ സ്പിരിച്വൽ എന്ന് പറയുന്നത്. സ്പിരിച്വൽ എവിടെ നിന്നാ വന്നത്? സ്പിരിറ്റ് എന്ന വാക്കിൽ നിന്നാ വന്നത്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാല് ആത്മാവ് അല്ലെങ്കിൽ സൂക്ഷ്മവശം. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഈ ത്രികോണം എന്താ പറയാ വര അല്ല എന്ന് തന്നെ പറയാം. ഒരു സമത്രികോണം, എല്ലാ വശവും ഒരുപോലെ ഇരിക്കണം അല്ലെ? അപ്പോ സമ്പത്തുണ്ടാക്കി ആർക്കും കൊടുത്തില്ല, അത് ലോകത്തിലെ ഒരു ഗുണവും നമ്മൾ ചെയ്തില്ല, അപ്പൊ നമ്മൾ പോയാൽ ഇത് എന്ത് ചെയ്യും എന്നുള്ള വേവലാതി അല്ലെ?
താൻ പോയാൽ തൻ്റെതായിട്ട് ഒന്നുമില്ല ഇവിടെ. അപ്പൊ ശരീരം, മനസ്സ്, ആധ്യാത്മികം. അപ്പൊ ആ 3 തലങ്ങളും മനുഷ്യനുണ്ട്. ഇത് 3ഉം നന്നായിട്ട് നമ്മൾ വെക്കണം. ഒരുപോലെ അല്ലെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയാം. ശരീരം മാത്രം നന്നായിട്ട് കാര്യമില്ല, ഒന്നും കൊണ്ടുപോകാനില്ല. മനസ്സ് സന്തോഷമായിട്ടിരുന്നെങ്കിൽ ഇവിടുത്തെ ജീവിതം നന്നാവുള്ളൂ. അതേസമയം ആധ്യാത്മികം എന്ന് പറയുന്ന ആത്മാവിനെ അറിഞ്ഞാലോ ഈ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും എല്ലാം നമുക്ക് മോചനം നേടാം. അപ്പൊ ദേവി ആദ്യം തന്നെ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത് എന്താ? ശ്രീമാത. ഒരു കുഞ്ഞ് ജനിച്ചാൽ ഏത് ഭാഷയിലാണെങ്കിലും ആദ്യം വിളിക്കുന്നത് എന്താണ്? അമ്മേ, അമ്മ എന്നാ വിളിക്കുന്നത്, അല്ലെ? മാതൃശബ്ദത്തിന്റെ തുല്യമായിട്ട് വേറെ ഒരു നാമവും ഒരു ഭാഷയിലും ഇല്ല. ഈ പ്രപഞ്ചത്തില് ആ അമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ ഒന്നും സാധ്യമല്ല. സാധാരണ നമ്മൾ പറയാറുണ്ട് അമ്മയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ കുട്ടി നന്നാവില്ല എന്നല്ലേ. 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം അമ്മയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താ? ആ അമ്മയുടെ ഉള്ളിൽ ഇരുന്നതാണ് നമ്മളെല്ലാം. അമ്മയുടെ മക്കള്. അമ്മ 9 മാസം ഉള്ളിൽ ചുമന്നാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അമ്മയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാതാവിനെ വേദനിപ്പിക്കുന്നത് പോലെ വേറെ പാപമില്ല എന്ന് പറയാറുണ്ട്, അല്ലെ? അപ്പോ നമ്മൾ മനുഷ്യ രൂപത്തിലുള്ള അമ്മയ്ക്ക് തന്നെ നമ്മൾ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ആത്മാവിന്റെ അമ്മ ആരാണ്? നമ്മുടെ ആത്മാവിന്റെ അമ്മയാണ് ഈ പരാശക്തിയായിരിക്കുന്ന ജഗദംബിക. അപ്പൊ നമ്മുടെ പ്രത്യക്ഷ ഈശ്വരൻ എന്ന് പറഞ്ഞാല് നമ്മളെ ജനിപ്പിച്ച അമ്മയാണ്, ഇല്ലേ? അപ്പൊ നമ്മളുടെ ആ ഈശ്വരൻ, നമ്മൾ അമ്മ എന്ന് ഏത് ദുഃഖത്തിലും നമ്മൾ വിളിക്കുന്ന, ഏത് വേദന എടുക്കുന്ന സന്ദർഭത്തില്, ഭയം വരുമ്പോ, വീഴാൻ പോകുമ്പോ, ഇല്ലേ? നമ്മൾ ഏത് നമ്മുടെ ആപത്ഘട്ടത്തില് നമ്മൾ വിളിക്കുന്ന എന്താ? അമ്മ എന്നാണ്. അതുകൊണ്ട് തന്നെ നവരാത്രി എന്ന് പറഞ്ഞാൽ എന്താ? മാതൃപൂജയാണ്. അമ്മയെ പൂജിക്കുക 9 ദിവസം. അപ്പൊ നമ്മുടെ ദുഃഖങ്ങൾ വരുമ്പോ, ഇല്ലേ? നമുക്ക് ശരീരം വേദനിക്കുമ്പോ, മനസ്സ് വേദനിക്കുമ്പോ, സമ്പത്ത് നഷ്ടപ്പെടുമ്പോ എല്ലാം നമുക്ക് ആരെ വിളിക്കാൻ പറ്റുള്ളൂ? അമ്മ. ഈ അമ്മ സാക്ഷാൽ ജഗദംബികയെ പരാശക്തിയാണെന്ന് നമ്മൾ അറിയണം. എപ്പോഴും അമ്മയെ 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 എന്ന് വിളിക്കുമ്പോൾ നമ്മൾ എന്താ? വളരെ ഡീപ്പായിട്ടുള്ള ഒരു ആഴത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എത്ര ഉയരണോ അത്രയും താഴത്തേക്ക് അസ്ഥിവാരം തോണ്ടണം എന്ന് പറയാറുണ്ട്. ഒരു കെട്ടിടം കെട്ടുമ്പോ, ഇല്ലെങ്കിൽ നമ്മൾ ഒരു 50 നിലയുള്ള ഫ്ലാറ്റ് പണിയാണെങ്കിൽ വെക്കൂ, അല്ലെ? ആദ്യം കുറെ കാലം അതിന്റെ ബേസ്മെന്റ്, ഇല്ലെ, വലിയ ആഴത്തിലായിരിക്കും അതിന്റെ കുഴിയെടുക്കുക. ഒരുപാട് പണിയുണ്ട് അവിടെ. ഇപ്പൊ ചെറിയൊരു കെട്ടിടമാണെങ്കിൽ വലിയ ബേസ്മെന്റ് ആവശ്യമില്ല. എത്രത്തോളം കെട്ടിടത്തിന് പൊക്കം കൂടുന്നോ എത്രത്തോളം വലുതായിരിക്കുന്നു അതിന്റെ ബേസ്മെന്റ് താഴേക്ക് ഇറക്കണം. ഇല്ലെങ്കിൽ എന്താ? കെട്ടിപ്പൊക്കിയതെല്ലാം ഇടിഞ്ഞു വീഴും. ഇതുകൊണ്ടാണ് അകത്തേക്ക് കടക്കുക എന്ന് പറയുന്നത്. അപ്പൊ ശരീരമാകുന്ന വീട്, അത് ആ മനസ്സിന്റെ അകത്തേക്ക് നമ്മൾ കടക്കണം, അല്ലെ? ജനിച്ചപ്പോ ഒന്നും കൊണ്ടുവരാതെ വന്നവരാണ് നമ്മളെല്ലാം. മരിക്കുമ്പോഴോ ഒന്നും കൊണ്ടുപോകാനും സാധ്യമല്ല. ഇവിടെ തന്നിരിക്കുന്ന എല്ലാം എന്താ? ഈശ്വരൻ തന്നതാണ്, നമ്മുടെ ഗിഫ്റ്റ് ആണ്, അനുഗ്രഹങ്ങളാണ്, അല്ലെ? അപ്പൊ അകത്തോട്ട് അടിയിലേക്ക് കുഴിച്ച് ആ പാറ പൊട്ടിച്ച് ഉള്ളില് കടന്ന് എന്ത് വേണം? ആ ഒരു ബേസ്മെന്റ് നമ്മൾ ഉണ്ടാക്കണം. കാരണം നമുക്ക് ആകാശത്തിലേക്കാണ് എത്തേണ്ടത്. ഈ ജീവൻ എവിടെയാ പോകുന്നത്? ഈ ഈ ഭൂമണ്ഡലം വിട്ട് ഉയർന്ന് അവ്യക്തമായിരിക്കുന്ന ആ ഒരു സ്പേസ് ഉയരണം. അതിന് എന്ത് വേണം? ഇവിടെ നല്ലവണ്ണം കുഴിച്ചെങ്കിലേ നമ്മുടെ ആത്മാവിന് ഏറ്റവും മുകളിലേക്ക് പോകാൻ സാധ്യമാകൂ. ഉള്ളില് കടത്തുന്ന ശക്തിയാണ് നമ്മൾ അമ്മ എന്ന് വിളിക്കുന്ന ശ്രീമാത, അല്ലെ? സദാ നമ്മൾ എന്ത് വേണം? അമ്മ അമ്മ എന്ന് വിളിക്കണം. ആ വിളി തന്നെ ഒരു പാശം, അല്ലെ? വേറെ ഒന്നിലും തോന്നാത്ത ഒരു ബന്ധം, ഒരു അറ്റാച്ച്മെന്റ് ഈ അമ്മ എന്നുള്ള വിളിയിലുണ്ട്. ആരെയും നമ്മൾ അമ്മ എന്ന് വിളിച്ചാലും ഒരു സ്നേഹം, അതാണ് അമ്മ. ആ ഒരു അദൃശ്യമായിരിക്കുന്ന ഒരു ചരട് ബന്ധിപ്പിക്കും നമ്മളെ. അപ്പൊ ഈ എന്താ പറയാ, ദേവി ഇല്ലെങ്കിൽ ഈ അംബികയാണ് നമ്മൾ നവരാത്രികളിൽ ചിന്തിക്കുന്നത്. ആ ഒരു യുക്തിക്കും ഭക്തിക്കും എല്ലാം ഒന്ന് തന്നെയാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ ഏത് പ്രശ്നത്തെയും പരിഹരിക്കാനുള്ള കഴിവ് ആ ദേവി തന്നെയാണ് ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ ആ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാനും പ്രപഞ്ചത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാറ്റാനും ആർക്കാ പറ്റുന്നത്? ഒരു മെഷീൻ നിർമ്മിച്ചു, ഒരു കാറിന്റെ മെഷീൻ, അല്ലെ? അത് ആ കാറ് എന്താ പറയാ, നിർമ്മിച്ച ഇല്ലെങ്കിൽ അതിന് ഒരു രൂപകൽപ്പന ചെയ്ത ആർക്കിടെക്ട് ഉണ്ട്. അദ്ദേഹത്തിന് അറിയാം അത് എന്ത് ചെയ്താൽ നന്നാകുന്നു, അല്ലെ? നമുക്ക് ചിലപ്പോൾ പലതും അതിനകത്ത് അറിയില്ല. പക്ഷെ അദ്ദേഹം വന്നു കഴിഞ്ഞാലോ 1 മിനിറ്റ് കൊണ്ട് അതിനെ നന്നാക്കാൻ പറ്റും, അല്ലെ? എവിടെയാണ് തൊടേണ്ടത്, എന്താണ് മാറ്റേണ്ടത്, ആ ഉണ്ടാക്കിയ ആളിനെ അറിയൂ. അപ്പൊ നമ്മുടെ ഈ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ നിന്ന് വരുന്നതാണ്, അല്ലെ? ഈ പരാശക്തിയായിരിക്കുന്ന അമ്മയാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. അമ്മയാണ് പ്രപഞ്ചമായിട്ട് ഇരിക്കുന്നത്. അമ്മയ്ക്കറിയാം, അമ്മയുടെ കയ്യിൽ തന്നെയാണ് അതിന്റെ മരുന്നുള്ളത്. എന്താണ് ഇതിന് വേണ്ടത്? അപ്പൊ അമ്മയ്ക്ക് ശരണാഗതി ചെയ്താല് ആ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളും, ഇല്ലേ? നമുക്ക് ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല. നമുക്ക് ഒന്നിന്റെയും പരിഹാരം കണ്ടെത്താൻ സാധ്യമല്ല. അപ്പൊ പ്രപഞ്ച സ്വരൂപിണിയായിരിക്കണ എല്ലാവരുടെ ഉള്ളിലും അമ്മയായിട്ടിരിക്കുന്ന ആ പരാശക്തിക്ക്, ആ പരാശക്തിയെ നമ്മൾ അമ്മയെ അമ്മയെന്ന് വിളിക്കണം. 9 രാത്രികളിൽ മാത്രമല്ല വിളിക്കേണ്ടത്,
സദാ, അല്ലേ? ആ എല്ലായ്പ്പോഴും 24/7 നമ്മുടെ ജീവിതം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം കാലം ആ വിളിച്ച് വിളിച്ച് മാത്രമേ നമുക്ക് അകത്തോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. പുറമേയുള്ള വസ്തുക്കളിൽ മനസ്സ് കുരുങ്ങി നിന്നാൽ നമുക്ക് അകത്തേക്ക് പോകാൻ സാധ്യമല്ല, അല്ലെ? അപ്പൊ ഭക്തി എന്ന് പറയുന്നത് എന്താ? നമ്മൾ കരുതുന്നത് ഭൗതിക കാര്യങ്ങൾക്കുള്ള ഒരു താൽക്കാലിക ഉപാധിയായിട്ടാണ് കാണുന്നത്. അങ്ങനെ അല്ല. കാരണം ഭക്തി എന്ന് പറയുന്ന ഉപാധിയല്ല. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയോടുള്ള കറ കളഞ്ഞ സ്നേഹമാണ്. ഭക്തി യോഗമാക്കി തീർക്കണം. അപ്പൊ കർമ്മം നന്നായിരിക്കും. ആ കർമ്മവും ഭക്തിയോഗവും കൂടെ നമ്മളെ ജ്ഞാനത്തിൽ എത്തിച്ചേർക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാല് ഭഗവത്ഗീത നമുക്ക് തരുന്ന സന്ദേശം. അപ്പൊ ഓരോന്നും ഈ പ്രപഞ്ചത്തിലുള്ളത് എന്താ? ഒന്നും സന്തോഷം ശാശ്വതമായിട്ട് തരുന്നില്ല. ഇത് കണ്ടിട്ട് ഇത് മനസ്സിലാക്കണം. നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് സമയം ഇരിക്കണം. ഞാൻ സന്തോഷം എന്തിലൊക്കെ ആഗ്രഹിച്ചു അതെനിക്ക് എല്ലാ കാലവും സന്തോഷം തരുന്നുണ്ടോ? എന്റെ ജോലി, എന്റെ കുടുംബം, ഞാൻ വെച്ച വീട്, എന്റെ കാറ്, എന്റെ കുട്ടികള്, എന്റെ ബന്ധുക്കള്, ഇതെല്ലാത്തിൽ നിരന്തരമായിട്ട് അവിടെ നിന്ന് എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത സുഖം കിട്ടുന്നുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? അപ്പൊ ഇതൊന്നും ശാശ്വതമല്ല. അങ്ങനെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വൈരാഗ്യം ഉണ്ടാവും. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? വിഗതക രാഗം. കാരണം രാഗം, അതിനോടുള്ള അറ്റാച്ച്മെന്റ് നമുക്ക് കുറയ്ക്കാം. സാധാരണ നമ്മൾ ആഗ്രഹങ്ങൾ പലതരത്തിലാണ്, ഇല്ലേ? കാരണം ആഗ്രഹം കുറയണമെങ്കിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. നമ്മൾ വൈരാഗ്യം എന്ന് പറഞ്ഞാല് ആ ഒരു ശ്മശാന വൈരാഗ്യം. എന്താണ്? ഒരാൾ മരിച്ചു, ഒരു ശവശരീരം കാണുമ്പോൾ, ഇല്ലേ, നമ്മൾ പറയാറുണ്ട് ജീവിതത്തിന്റെ വ്യർത്ഥതയെ കുറിച്ച് പറയും. ഓ, ഇത്രേ ഉള്ളൂ, അല്ലെ? ശ്മശാനത്തിൽ പോയി അത് കത്തിച്ച് തിരിച്ചു വന്നാലോ വീണ്ടും നമ്മൾ ഭൗതികതയിൽ മുഴുകും. അപ്പൊ ശ്മശാന വൈരാഗ്യം എന്നൊക്കെ പറയുന്നത് എന്താ? വളരെ താൽക്കാലികമായിരിക്കുന്നതാണ്. ജീവിതത്തില് ബാഹ്യമായ എല്ലാത്തിനോടും നമുക്കൊരു എന്താ പറയാ അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് വിടണമെങ്കിൽ എന്ത് വേണം? അതിന്റെ നശ്വരതയെ നമ്മൾ അറിയണം. ഇതിനെ നമ്മൾ ഉപായ വൈരാഗ്യം എന്ന് പറയും. കാരണം ചെറിയ സമയത്തേക്ക് നിൽക്കും ചില വൈരാഗ്യങ്ങൾ, ഇല്ലേ? പ്രസവ വേദന വരും, സ്ത്രീകൾ ഒരുപാട് കരയും, അമ്മയെ വിളിക്കും, ഇല്ലേ, ഇനി ഒരിക്കലും പ്രസവിക്കില്ല എന്ന് പറയും. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എന്താ? അവർക്ക് 4-5 മക്കൾ ഉണ്ടായിരിക്കണം നമുക്ക് കാണാം. ഇതൊക്കെ എന്താണ്? ആ സമയത്ത് തോന്നുന്നത്. അപ്പൊ വീണ്ടും വീണ്ടും നമ്മൾ സാധാരണ ഒരുപാട് ഭൂമിയുള്ള ഒരാൾ ചോദിക്കും നമ്മളിലേക്ക്, ഇനി എന്തിനാ ഏക്കർ കണക്കിന് വാങ്ങിച്ചു കൂട്ടിയില്ലേ, ഇത്രയും പോരെ? അപ്പം ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല. പക്ഷെ എന്താണ്? വീണ്ടും അടുത്ത ഭൂമിയും ഇദ്ദേഹം വാങ്ങിക്കും. എന്താ? ഇതിനോടൊക്കെ ഉള്ള ഒരു അറ്റാച്ച്മെന്റ്, അല്ലേ? ഇപ്പൊ വലിയ വീട് വെക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും ആസ്വദിച്ച് എല്ലാം കഴിഞ്ഞാലും മനസ്സിൽ എന്താണ്? ഒരു ശൂന്യത. അപ്പൊ അടുത്തത് എന്ത് സ്വന്തമാക്കാം? ഇതാണ് നമ്മുടെ മനസ്സ്. എന്നാലും നമ്മൾ യഥാർത്ഥമായിരിക്കുന്ന സുഖം, നിരന്തര സുഖം തരുന്ന വസ്തുവിനെ നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ ശൂന്യത അനുഭവപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ മന്ദവൈരാഗ്യമുള്ളവരെന്ന് പറയുന്നത്. അങ്ങനെയുള്ളവര് ഈശ്വരനെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി എന്താ പറയാ, അവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് തൃപ്തി അടയും. ഇനി മൂന്നാമത്തെ കൂട്ടരുണ്ട്, തീവ്ര വൈരാഗ്യം. കാരണം എന്താ പറയാ, അത് 1 കോടിയിൽ 1-2 പേർക്ക് മാത്രമേ ഈ തീവ്ര വൈരാഗ്യം ഉണ്ടാവുള്ളൂ. അവരെ നമ്മൾ അവധൂതന്മാരെന്നൊക്കെ പറയാറുണ്ട്. അപ്പോ എന്താ? അവർക്ക് ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളില്ല. അവർക്ക് ശരീരം കിട്ടി, അവർ ഈ ശരീരത്തിൽ സന്തോഷമായിട്ട് ജീവിക്കണോ, മനസ്സെപ്പോഴും ഈശ്വരനിൽ ഉറപ്പിക്കണം. അവർക്ക് മൗനം മാത്രം. ആരോടും ഒരു പരാതിയില്ല, കിട്ടുന്നതില്, ഇല്ലേ? എതിർച്ച ലാഭസന്തുഷ്ട, എന്ത് വന്നാലും അത് സന്തോഷം. എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഇരിക്കേണ്ടത് എന്ന് അവര് നമുക്ക് കാണിച്ചു തരികയാണ്. എല്ലാം ഒരു കർമ്മ നിയമം നടത്തണു, എല്ലാം ഈശ്വരൻ നിയന്ത്രിക്കുന്നു. ഇവിടെ എനിക്ക് എന്താണ് റോള്, അതനുസരിച്ച് പോവുക. അമ്മ ഇങ്ങോട്ട് അയച്ചിരിക്കണു, അല്ലെ? ഇവിടെ സന്തോഷമായിട്ടിരുന്ന് ആ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ച് ശരീരത്തിന്റെ കാലാവധി കഴിയുമ്പോൾ ഇവിടെ ഒന്ന് പോവുക, ഇല്ലേ? അവിടെ ഒന്നും നമുക്ക് ഇത് നമുക്ക് വേണമെന്ന് തീരുമാനിക്കാന് നമുക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ല, ഇല്ലേ? നമുക്ക് ആരോടും ഒരു മമതയും വേണ്ട, ഒരു അറ്റാച്ച്മെന്റ് വേണ്ട, ആരോടും വിദ്വേഷവും വേണ്ട. കാരണം ഇതൊക്കെ നമ്മളൊരു തീരുമാനമെടുക്കണം. ഈ 10 ദിവസങ്ങൾ നമുക്ക് തരുന്നത്, ഈ 9 ദിവസങ്ങളിൽ ഇതെല്ലാം നമ്മൾ അറിഞ്ഞ് വ്യക്തമായ ഒരു വഴി നമ്മൾ കണ്ടെത്തണം. അതിനെയാണ് നമ്മൾ നവരാത്രികള്, ഈ 9 രാത്രി ദേവി നമുക്ക് തന്നിരിക്കുന്നത്. ആ ഒരു ഉപാസന എന്ന് പറയുന്നത് ബാഹ്യപൂജകൾ ഒന്നുമല്ല, ഹോമങ്ങളല്ല, ഈ സത്യങ്ങളെ അറിയുക എന്നുള്ളതാണ്. സദാ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അമ്മയുമായിട്ട്, അല്ലേ? ആ അമ്മയുമായിട്ട് അടുക്കും തോറും നമുക്ക് ഭൗതിക വസ്തുക്കളോടുള്ള അടുപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇതിനെയാണ് നമ്മൾ തീവ്ര വൈരാഗ്യം. ആ തീവ്ര വൈരാഗ്യം നമ്മളിൽ ഉള്ളതിനെ തന്നെയാണ് നമ്മൾ മോക്ഷത്വം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതം എന്നത് ആ ഒരു തത്വചിന്ത തന്നെയാണ്. ആത്മീയം എന്നത് എന്താ പറയാ, ആത്മീയം എന്നാൽ എന്താ? ആ ആത്മാവല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല. ആത്മാവില്ലാതെ ആത്മാവല്ലാതെ പ്രപഞ്ചം എന്ന് പറയുന്നത് വേറെ അല്ല. ആത്മാവും പ്രപഞ്ചവും വേറെ അല്ല.
അപ്പൊ എല്ലാത്തിനെയും എന്താ പറയുക, ഇതിൽ ഏതിനെ പൂജിച്ചാലും അപ്പൊ ഈ മഹാശക്തിയാണ് ഇതിന്റെ പുറകില് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ കാളി, ലക്ഷ്മി, സരസ്വതി ഒന്നും വെറും സങ്കല്പങ്ങളല്ല. ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന ശാരീരിക മാനസിക വേദനകൾ ഒന്നും തന്നെ മറ്റുള്ളവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, അല്ലെ? നമുക്ക് വിവരിക്കാൻ പറ്റില്ല. കാരണം മധുരം എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് അനുഭവമാണ്, അല്ലെ? ഇലക്ട്രിസിറ്റി ഷോക്ക് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അത് ബാഹ്യ ലക്ഷണം കുറച്ച് പറയാൻ പറ്റും, ഇല്ലേ? ബോധം കെട്ട് വീഴും, അങ്ങനെയൊക്കെ. പക്ഷെ അത് എങ്ങനെ അത് അനുഭവിച്ചു ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ അനുഭവം എന്നത് വാക്കിലൂടെ പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഈ ഈശ്വര ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിത അനുഭവമാണ് ഭഗവതി എന്ന് പറയുന്നത്. അപ്പൊ സന്തോഷം, സുഖം ഒക്കെ പറയാതെ നമുക്ക് അനുഭവിക്കാം. ആത്മീയ കാര്യങ്ങൾ അനുഭവതലമാണ്. ഇപ്പൊ കണ്ണിന്റെ മുമ്പിൽ ഈശ്വരനെ കാണാൻ സാധിക്കുകയില്ല. കാരണം എന്താ? ഏത് രൂപത്തിലും നമ്മൾ അറിയുന്നത് എന്താ? അത് ഉണ്ടാക്കിയ ശില്പിയിലൂടെയാണ്, അല്ലെ? ഇപ്പൊ കാളി, ലക്ഷ്മി, സരസ്വതി ഒക്കെ കാണണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സങ്കല്പത്തില് ഉണ്ടാക്കിയതല്ല ഇവര്, അല്ലെ? വേറെ ആളുകൾ ഉണ്ടാക്കിയതാണ്. നമ്മൾ നമ്മുടെ വഴിയിലൂടെ സഞ്ചരിക്കണം, എന്നാലേ നമുക്ക് നമ്മുടെ ഈശ്വരനെ കാണാൻ സാധിക്കുള്ളൂ. പല ആപത്തുകളിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? അത്ഭുതകരമായിട്ട് ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് അത്ഭുതകരമായിട്ട് ഒരു സഹായം ഉണ്ടായി, അല്ലെ? പലപ്പോഴും കാട്ടിന്റെ നടുവിൽ കാറിലൂടെ പോയപ്പോ കാറ് നിന്നുപോയി. വന്യമൃഗങ്ങൾ ആക്രമിക്കുമോ എന്ന് ഭയന്നു. അപ്പോ ഒരു കാറ് പെട്ടെന്ന് അതുവഴി വന്നു. അതിനകത്ത് ഒരാളുണ്ടായിരുന്നു. അത് കാറിന്റെ മെക്കാനിക് ആയിരുന്നു. എന്റെ കാറ് ശരിയാക്കി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് എങ്ങനെ നടന്നു എന്ന്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരു വലിയ ബസ് മറിഞ്ഞു, അതിൽ അത്ഭുതകരമായിട്ട് ഒന്നോ രണ്ടോ പേര് രക്ഷപ്പെട്ടു, അല്ലെ? അവര് മരത്തിൽ കുരുങ്ങി നിന്നു, അവർക്കൊന്നും സംഭവിച്ചില്ല. എങ്ങനെയാണ് ഈ പ്രകൃതിയിൽ ഇതൊക്കെ സംഭവിക്കുന്നത്? എന്താണ് ഇതിനെയാണ് നമ്മൾ പ്രകൃതിയിലെ രഹസ്യം എന്ന് പറയുന്നത്. അതാണ് ശക്തി. അപ്പൊ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ രോഗം മാറുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്, അല്ലെ? നമ്മൾ മരുന്ന് പറയാൻ മാത്രമേ ഡോക്ടർക്ക് സാധിക്കുള്ളൂ. നമ്മൾ കഴിക്കുന്നത് അകത്തോട്ടാണ്. അകത്ത് എന്താ സംഭവിക്കുന്നത് ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അവിടെ എന്ത് മാറ്റം? നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആണല്ലേ, ബോഡി കോംപ്ലക്സ്. അതിനകത്ത് എന്തെല്ലാം ഉണ്ട്? അപ്പൊ ഏത് അവയവത്തിനാണ് അസുഖം എന്ന് ആരോ ഉള്ളിലിരുന്ന് തിരിച്ചറിയുന്നുണ്ട്, അല്ലെ? തലവേദനയ്ക്ക് തലവേദനയുടെ ഗുളിക, വയറുവേദന, അങ്ങനെ ഓരോന്നിനും നമ്മൾ മരുന്ന് പ്രത്യേകം കഴിക്കുന്നു. ഈ കഴിക്കുന്ന നമുക്കറിയാം, പക്ഷെ ഇതിനകത്ത് ആ അവയവത്തിൽ എത്തിക്കണമെന്നുള്ളത് ആർക്കാ അറിയുന്നേ? ഇതിനകത്ത് എല്ലാ അറിവുകളും സംഭരിച്ച ഒരു ശക്തിയുണ്ട്. ഇതിനെയാണ് നമ്മൾ പൂർണ്ണം എന്ന് പറയുന്നത്, അല്ലേ? ഇതൊന്നും നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റില്ല, എല്ലാം പരോക്ഷമാണ്. അപ്പൊ നമ്മൾ എന്ത് കഴിക്കണം, ഇല്ലേ? നമ്മൾ എന്ത് കഴിക്കരുത്, നമ്മൾ എത്ര നാൾ ഇവിടെ കാണും, എങ്ങനെ, എപ്പോ, എവിടെ വെച്ച് പോകും നമ്മള്, ഇല്ലെ? എല്ലാം തന്നെ ഈ പ്രകൃതി ശക്തിയായിരിക്കുന്ന അമ്മയ്ക്ക് അറിയാം. ഇപ്പൊ ഇവിടത്തെ ആ ഒരു എന്താ പറയാ, ചിത്രശലഭത്തിന്റെ ചിറകടി അനേക മൈലുകൾക്കപ്പുറത്ത് ചലനങ്ങൾ ഉണ്ടാക്കുന്ന ശാസ്ത്രം പറയണു. കാരണം എന്താ? പ്രപഞ്ചം എന്നത് ഒരു ടോട്ടാലിറ്റിയാണ്, വളരെ അടുപ്പിച്ച് നെയ്ത ഒരു വലയാണ്. അപ്പൊ അതിലെല്ലാം ബന്ധിച്ചിരിക്കണു. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് മത്ത പരതരം ന അന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മൈ സർവം ഇതി പ്രോതം സൂത്രാമണിഗണ ഇവ. ഭഗവാനാകുന്ന അല്ലെങ്കിൽ പരാശക്തിയാകുന്ന നൂലില് നമ്മൾ എല്ലാവരും കോർക്കപ്പെട്ടിരിക്കുകയാണ്. പലതായിട്ട് കാണുന്നേ ഉള്ളൂ. ഇതിനകത്ത് ആ ഓതപ്രോതമായിരിക്കുന്ന നൂല് ഭഗവത് ശക്തി തന്നെയാണ്. അപ്പൊ നമ്മൾ ആരെങ്കിലും അന്യരാണോ? അല്ല. ഈശ്വരന്റെ ശക്തിയിൽ ബന്ധിതരാണ് നമ്മളെല്ലാം, അല്ലെ? അപ്പോ ഈ ദേവി എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീ രൂപത്തിൽ കാണാൻ കാരണം എന്താ? നമുക്ക് കുറച്ചുകൂടെ അടുപ്പം ഉണ്ടാകണം, ഇല്ലേ? അമ്മയാവണം. അമ്മയുടെ അടുപ്പം വേറെ ആർക്കും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, സ്ത്രീ ശാപം ഉണ്ടായാല് പരോക്ഷമായിട്ടാണെങ്കിലും വളരെയധികം തിരിച്ചടികൾ നേരിടുന്ന ശാസ്ത്രത്തിൽ എല്ലായിടത്തും പറയുന്നുണ്ട്, സ്ത്രീയെ വേദനിപ്പിക്കരുത്, സ്ത്രീയുടെ ശാപം വാങ്ങിക്കരുത്, അല്ലെ? ശ്രീരാമകൃഷ്ണ പരമഹംസർ എപ്പോഴും പറയും, ചീത്ത അമ്മയില്ല, കുമാത ന ഭവതി. കാരണം മാതൃത്വത്തിന്റെ ശക്തി അത്ര വലുതാണ്. ഈ നവരാത്രി ആയിരിക്കുന്ന 9 ദിവസങ്ങളിൽ നമ്മൾ ആരെ സ്ത്രീയുമായിട്ടാണ് ചിന്തിക്കുന്നത്, ഇല്ലേ? അമ്മയുടെ വിവിധ മുഖങ്ങള്, വിവിധ ശക്തികള്, പരാശക്തിയുടെ ലീലകള്, ഇതെല്ലാം പ്രത്യക്ഷമല്ല, പരോക്ഷമാണ്. അപ്പൊ ആത്മാർത്ഥമായിട്ട് ആ ഒരു എന്താ പറയാ, നമ്മുടെ കൂടെ നമ്മളെ സഹായിച്ചവര്, കൂടെ നിന്നവര്, അല്ലെ? അപ്പൊ അവരെ പറ്റിച്ച് നമ്മൾ കണ്ണുനീരിന് കാരണമാക്കിയാല് പരാശക്തി അവർക്ക് പരോക്ഷമായിട്ട് ശിക്ഷ നൽകും, ഉറപ്പാണ്. കാരണം ദേവി പരോക്ഷപ്രിയയാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ വന്നു എന്ന് ചോദിക്കരുത്. നമ്മുടെ കർമ്മങ്ങളുടെ ഫലമാണ്. നമ്മൾ ഒരിക്കലും ഒരു ജഡ്ജ് ആവേണ്ട കാര്യമില്ല. നമ്മളല്ല തീരുമാനം എടുക്കുന്നത്, നമ്മളെല്ലാം ദേവിക്ക് സമർപ്പിക്കാം. നമ്മുടെ ദുഃഖങ്ങള്, സുഖങ്ങള്, വിഷമങ്ങള് ആ അമ്മ തീരുമാനം എടുക്കും. പ്രകൃതിയിൽ നിന്ന് അതിനുള്ള ഉത്തരം വരും, ഉറപ്പായിട്ടും വരും. ഇത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. നമുക്ക് ആ ഉറപ്പ് വരാത്തത് കൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ദുഃഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോ ശിവനും ശക്തിയും അല്ലെ, ആ ആത്യന്തികമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന രണ്ട് ഏകമായിരിക്കണ ആ സഹസ്രാക്ഷി സഹസ്രപാതയായിരിക്കുന്ന ദേവി ആ നമ്മുടെ ഉള്ളില് ശിവന്റെ പാതി മെയ്യായിട്ട് ശക്തി സ്വരൂപിണിയായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കണു. അപ്പൊ ശിവൻ ഇല്ലാതെ ശക്തിയില്ല. അപ്പൊ ശിവൻ താളവും താളം എന്ന് പറഞ്ഞാൽ ഋതം, ഈ പ്രപഞ്ചത്തിന്റെ ഋതം. ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ എനർജി ഫോമുമാണ്. അപ്പൊ ഇതിനെ ശബ്ദം എന്ന് പറയണു. അപ്പൊ ശിവൻ താളം, പാർവതി ദേവി ശബ്ദം. ഇത് രണ്ടും വേറെയല്ല, ഒന്നാണ് അല്ലെ. വാക്കും അർത്ഥവും മാതിരി ഇതൊരിക്കലും നമുക്ക് പിരിക്കാൻ പറ്റില്ല. ഇത് രണ്ടും ഒന്നാണ്. ഇതുപോലെ വേണം ദമ്പതിമാരെന്ന് ഇരിക്കണം എന്ന് പറയാറുണ്ട്. കാരണം കാളിദാസൻ ആ രഘുവംശത്തിന്റെ ആദ്യത്തിലെ ശ്ലോകമാണ് ഇത് കുമാര സംഭവത്തിന്റെ ആദ്യത്തെ ശ്ലോകമാണ്. ഭാഗർത്ഥാഭിവ സംപൃപ്തവും. ആ ജഗത്തിന്റെ മാതാപിതാക്കളായിരിക്കുന്ന ശിവശക്തികളെയാ പറയുന്നത്. വാക്കും അർത്ഥവും പോലെ പിരിക്കാൻ പറ്റാത്തത്. അപ്പൊ എന്താ പറയാ, നമുക്ക് ശബ്ദം തന്നെയാണ് പരാശക്തി അല്ലെ. നമ്മുടെ ഉള്ളിലിരിക്കണ കാളി, ലക്ഷ്മി, സരസ്വതി എന്ന് നമ്മൾ എന്ത് വിളിച്ചാലും എന്താണ്? ആ ഒരു ശബ്ദ സ്വരൂപിണിയാണ്. അതുകൊണ്ടാണ് നാദരൂപിണി ശങ്കരി എന്ന് പറയുന്നത്. അമ്മ നാദസ്വരൂപിണിയാണ്. ഓശൈ കൊടുത്ത നായകി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് നമ്മുടെ ചെന്നൈക്ക് അടുത്തായിട്ട്. കാരണം ഇവിടെ പൂജകളൊക്കെ വളരെ പ്രത്യേകതയാണ്. ശബ്ദം കൊടുത്ത ദേവി എന്നാണ് പറയുന്നത്. നമ്മുടെ ശബ്ദം കൊണ്ടാണ് ദേവിയെ നമ്മൾ ആ ഒരു പരാപശ്യന്തി മധ്യമ വൈഖരിയായിട്ട് അറിയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എല്ലാവരും പ്രപഞ്ചത്തിലെ എല്ലാ ശബ്ദം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പൊ ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് മറ്റു പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നത്. ഈ ശബ്ദത്തിന്റെ പ്രകടനമാണ് ഈ പ്രപഞ്ചം. അപ്പൊ വിജയദശമിയെ നമ്മൾ എന്താ പറയാ, വിദ്യാരംഭം എന്നാണ് പറയുന്നത് അല്ലെ. വിദ്യ ആരംഭിക്കുന്ന ദിവസം. അപ്പൊ ഈ നെഗറ്റീവ് ആയിട്ടുള്ള നമ്മളിലുള്ള അസുരന്മാര് 9 ദിവസം 3 തലങ്ങൾ നമ്മൾ കടന്നു പോവാണ്. ആ ഒരു ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി വിഭേദിനി ഇതെല്ലാം കടന്നു പോയിട്ട് നമ്മൾ എന്താ ആ 10ാമത്തെ ദിവസം വിജയദശമി ആഘോഷിക്കുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ എഴുത്തിനിരുത്തുക എന്ന് പറയുന്നത്. വിദ്യാരംഭം അല്ലെ. വിദ്യ ആരംഭിക്കുന്ന സമയം. ഏത് കർമ്മത്തിനും തുടക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു വീടിന് കല്ലിടുക അല്ലെ, ഒരു വിവാഹത്തിന്റെ പന്തല് നാട്ടുക. അപ്പൊ നല്ല സത്കർമ്മങ്ങൾക്കെല്ലാം തന്നെ തുടക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം നന്നായാലും എന്താ പറയാ, ഏറ്റവും നന്നായിട്ട് തുടങ്ങിയാൽ നന്നായിട്ട് അവസാനിക്കുന്നു പറയാറുണ്ട് നമ്മള്. അപ്പൊ അവിടെയാണ് നമുക്ക് ഈശ്വരാനുഗ്രഹം വേണ്ടത് ഇല്ലേ. അപ്പോ ഈശ്വരാനുഗ്രഹം തുടക്കത്തിൽ ഉണ്ടാകണം. വിദ്യ ആരംഭിക്കുകയാണ്. കാരണം എന്താ? അക്ഷരസ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ സ്മരിച്ചാല് നമുക്ക് മംഗളം മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവൂ. നമ്മൾ എഴുതുന്നത് എന്തിലാണ്? അരിയിലാണ് അല്ലെ. എന്താണ് അരി? അരി അന്നമാണ്. അന്നം ബ്രഹ്മ എന്ന് പറയാറുണ്ട്. വേദത്തിലും തന്ത്രത്തിലും അന്നം ബ്രഹ്മമാണ് അല്ലെ. ബ്രഹ്മത്തിന്റെ നിലനിൽപ്പ് അന്നത്തിലൂടെയാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും 5 കർമ്മേന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണിലൂടെ, കാതിലൂടെ, ചെവിയിലൂടെ, നാവിലൂടെ, ത്വക്കിലൂടെ എല്ലാം ശരീരത്തെ നമ്മൾ ഉണ്ടാക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ പറയാറുള്ളത്? അന്നപൂർണേശ്വരി എന്ന് അമ്മയെ വിളിക്കണമെങ്കിൽ നമ്മളെ കഴിക്കുന്ന അന്നം മാത്രം തരുന്ന ആളെന്നല്ല അതിന്റെ അർത്ഥം. അന്നമാകുന്ന ബ്രഹ്മതത്വത്തിലാണ് അക്ഷരങ്ങൾ അല്ലെ. അപ്പൊ നമ്മൾ എന്താ ഈ വിജയദശമി ദിവസം ചെയ്യുന്നത്? കൊച്ചു കുഞ്ഞുങ്ങളെ അക്ഷര ലോകത്തിലേക്ക് കടത്തും ഇല്ലേ. നമ്മളെ പ്രായമായവരെന്താ ചെയ്യുന്നത്? പുതിയതായിട്ട് കഴിഞ്ഞ വർഷം എല്ലാ നമ്മുടെ നെഗറ്റീവ്സും മാറ്റി കഴിഞ്ഞ വർഷത്തെ മുഴുവനും പൂർണ്ണമായിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ, അതിലെ ശരി തെറ്റുകളെല്ലാം പരാശക്തിക്ക് സമർപ്പിക്കും. അമ്മ തീരുമാനിക്കും എന്താ വേണ്ടെന്ന്. അമ്മ ഞാനിതാ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നു അല്ലെ. ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ അമ്മയുടെ പാദപത്മങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ, അത് അമ്മ ഏറ്റെടുത്തു. അങ്ങനെ നമ്മളൊരു പുതിയ വിജയം അല്ലെ. അന്നമാകുന്ന ബ്രഹ്മതത്വത്തില് ആ അക്ഷരങ്ങളിലൂടെ ഹരി ശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു എന്ന് എഴുതുകയാണ്. പ്രായമുള്ള ഒരു കൊച്ചുകുട്ടികൾക്ക് അക്ഷരങ്ങൾ എഴുതി കൊടുക്കുന്നു. എങ്ങനെയാ അക്ഷരങ്ങൾ എഴുതുന്നത്? സ്വർണ്ണ മോതിരം കൊണ്ട് എഴുതിക്കുകയാണ് അല്ലെ. തേനിൽ മുക്കിയാണ് എഴുതുന്നത്. അപ്പൊ തേനും സ്വർണവും എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വാക്കുകൾ മധുരതരമാകണം. അവിടെ ജീവിത വിജയം ഉണ്ടാകണം. ചില ഡോക്ടർമാർ വാക്കുകൾ കൊണ്ട് തന്നെ രോഗം മാറ്റുമെന്ന് പറയാറുണ്ട് അല്ലെ. നല്ല ക്ഷമയോടുകൂടി നമ്മുടെ രോഗങ്ങളെ കുറിച്ച് കേട്ട് നമ്മുടെ വിഷമങ്ങളെ മാറ്റുമ്പോൾ നമ്മൾ പറയും ഡോക്ടറെ കണ്ടപ്പോൾ പകുതി രോഗം പോയി. അപ്പൊ നമ്മുടെ വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. തേനിൽ മുക്കി നാവിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എന്താ? ആ നല്ല മനോഹരമായിരിക്കുന്ന ഈശ്വരനെ മറക്കാത്ത തെറ്റായിട്ടുള്ള കാര്യങ്ങള് കള്ളം പറയാതിരിക്കുക, സത്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുക. എന്റെ നാവ് ആ സത്യന്, ഈ പ്രപഞ്ചേശ്വരിയായിരിക്കുന്ന അമ്മയെ പുകഴ്ത്താൻ മാത്രമാവട്ടെ എന്റെ നാവ് അല്ലെ. ആ ഒരു തത്വമാണ് അവിടെ പറയുന്നത്. തേനിൽ മുക്കി എഴുതുക. സ്വർണം പോലെ വിലപ്പെട്ടത്. കാരണം സ്വർണ്ണമോതിരം കൊണ്ടാണ് എഴുതുന്നത് അല്ലെ. സ്വർണം എന്ന് പറഞ്ഞാൽ എന്താ? വിലപ്പെട്ടതാണ് നമ്മുടെ വാക്കുകൾ അല്ലെ. വാക്ക് സത്യമായിരിക്കണം. വാക്കിന് വിലയുണ്ടാകണം എന്ന് നമ്മൾ പറയാറുണ്ട്.
വിലയില്ലാത്തത് പറയരുത്, മോശം കാര്യങ്ങൾ പറയരുത്. നല്ല വാക്കുകൾ നമ്മുടെ ജീവിത വിജയത്തിന്റെ ആ ഒരു നമ്മുടെ ജീവിത വിജയത്തിന് അത്യാവശ്യമാണ്. ഋഷിമുനിമാരെന്താ ആ കേട്ടിട്ടുള്ള ശ്രുതിയെ എല്ലാം ശേഖരിച്ചു വെച്ച് നമുക്ക് വേദങ്ങളായിട്ട് 4ആയിട്ട് പകുത്ത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ഒരു മനുഷ്യന്റെ ജീവിതം വിജയിക്കണമെങ്കിൽ എന്ത് വേണം? അത് പറഞ്ഞിരിക്കുന്ന ഈശ്വരനാൽ പറയപ്പെട്ടതാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. അതിന്ന് 4ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നു, വേദങ്ങള്, ഉപനിഷത്തുകള് എല്ലാം. അപ്പൊ ഈ അറിവ്, നല്ല വാക്കുകള്, ആ സ്വർണം പോലെ വിലപ്പെട്ട വാക്കുകള് നമ്മള് പഠിക്കണം, ജ്ഞാനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അപ്പൊ ഈ തേൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇത് ചേർത്ത് എഴുതുന്ന ആരാ? നമ്മുടെ നാവില് ഗുരുവാണ് എഴുതുന്നത് അല്ലെ? ഗുരു നമ്മളെ അന്ധകാരമാകുന്ന അജ്ഞാനത്തില് അല്ലെ? എന്താ പറയാ, സൗന്ദര്യ ലഹരിയിൽ പറയാനുണ്ട്, അവിദ്യാനാം അന്തസ്തിമിര മിഹിര ദ്വീപ നഗരി. നമ്മൾ എവിടെ അന്തസ്തിമിരം ഉണ്ടായവരാണ്. നമുക്ക് കണ്ണിന് നല്ല കാഴ്ചയുണ്ട്. 60 വയസ്സൊക്കെ കഴിയുമ്പോൾ തിമിരം ബാധിച്ചാൽ നമ്മള് കാറ്ററാക്ട് സർജറി ചെയ്തത് മാറ്റും. പക്ഷെ അന്തസ്തിമിരത്തിന് എന്താ ചെയ്യുക? മനസ്സിന് തിമിരം ബാധിച്ചിരിക്കുകയാണ് ഇല്ലേ? അവിടെ ഒരു മറ വന്നിരിക്കണം. എന്താ മറ? മായയാകുന്ന മറ. അവിടെ ദേവി 4 തരത്തിലല്ലേ വന്ന് നമുക്ക് വെളിച്ചം തരികയാണ്. ആ ഒരു എന്താ പറയാ, ധനവാന് ചിന്താമണിയായിട്ട് അമ്മ വന്നിട്ട് നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കുന്നു. അപ്പൊ ആ ഒരു തലത്തിൽ നമ്മൾ ചിന്തിക്കണം ദേവിയെ. ഗുരു എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു അന്ധകാരത്തെ ഇല്ലാതാക്കി, ഗുകാരം എന്ന് പറയുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കി രകാരമാകുന്ന ജ്ഞാന ദീപത്തെ കൊളുത്തുന്ന ആൾ ആരാണോ നമ്മുടെ നാവിൽ എഴുതിക്കുന്നത്, അതാണ് നമ്മുടെ ഗുരു. അപ്പൊ ഗുരു ശിഷ്യനിൽ എന്താ? ഗണപതിയെ കൂടിയിരുത്തുന്നു. ഹരിശ്രീ ഗണപതയെ നമ. അപ്പൊ ഗണപതി ആരാ? കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ നമ്മുടെ ശരീരത്തിലെ മൂലാധാരത്തിൽ ഇരിക്കുന്ന ശക്തിയാണ് ഗണപതി അല്ലെ? അപ്പോ നവരാത്രിയിലെ വിജയദശമി എന്നത് എന്താ? ജീവിത വിജയത്തിലേക്കുള്ള ഒരു കാൽവയ്പാണ്. അതിനുവേണ്ടി കാശി അന്നപൂർണേശ്വരിയുടെ ശങ്കര ഭഗവത് പാദർ ചെയ്ത ഒരു പ്രാർത്ഥന നമുക്കും ചൊല്ലാം. നമ്മൾ ഇതെന്നും ചൊല്ലേണ്ടതാണ്. എന്താണ്? അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാന വൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹീച്ച പാർവതി. അമ്മയോട് എനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല അമ്മേ. എന്താ? എനിക്ക് ജ്ഞാന വൈരാഗ്യങ്ങളെ തരൂ. ആരാണ്? അപ്പോ ആ അമ്മയും അച്ഛനുമായിട്ട് നമ്മൾ ശിവപാർവതിമാരെ കണ്ടപ്പോൾ നമ്മൾ എന്തായി? മാതാജ പാർവതി ദേവി പിതാദേവോ മഹേശ്വര. എന്റെ അമ്മയായിരിക്കുന്ന അല്ലയോ അമ്മേ പാർവതി ദേവി, എന്റെ പിതാവായിരിക്കുന്ന ശിവൻ. അപ്പൊ എന്റെ ഈ ലോകത്തിരിക്കുന്ന അവരുണ്ടാക്കിയ പ്രപഞ്ചത്തിലെ എല്ലാവരും ബാന്ധവോ ശിവഭക്താശ്ച. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും, ഇവിടെ ഉണ്ടാക്കിയ എല്ലാ മനുഷ്യരും എന്റെ ബന്ധുക്കളാണ് അല്ലെ? സ്വദേശോ ഭുവനത്രയം. എന്റെ സ്വദേശം എന്താ? ഈ 3 ലോകങ്ങളും എന്റെ സ്വന്തമാണ്. ഈ ഒരു കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടാക്കാൻ ഈ നവരാത്രി നമ്മളെ സഹായിക്കട്ടെ. എല്ലാം ആ ജഗദംബിയായിരിക്കുന്ന പരാശക്തിയുടെ പാദങ്ങളിൽ വെച്ച് നമ്മളെ ഈ നവരാത്രിയിൽ കൈപിടിച്ച് ഈ ഒരു പൂർണ്ണമായിരിക്കുന്ന അറിവിന്റെ തലത്തിൽ എത്തിക്കട്ടെ. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും തന്നെ ആ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.